അബൂ സുഫിയാൻ ഇബ്നു ഹർബ് യുദ്ധം കഴിഞ്ഞ് മടങ്ങിപ്പോവുകയാണ്, അല്ലെങ്കിൽ ഉഹദ് കഴിഞ്ഞ് വിജയശ്രീലാളിതനായി മടങ്ങുകയാണ്. അപ്പോൾ പർവ്വതത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ഉച്ചത്തിൽ വിളിച്ചു പറയുകയാണ്, നമ്മുടെ ദൈവങ്ങൾ വിജയിച്ചിരിക്കുകയാണ്, യുദ്ധം അതാ തന്ത്രങ്ങളോടെ നമ്മൾ ജയിച്ചടക്കുകയാണ്. ഇന്ന് ഹുബുൽ ദേവത സന്തോഷിക്കുന്ന ദിവസമാണ്. ഇന്ന് നമ്മുടെ ദേവതകൾ ആനന്ദിക്കുന്ന ദിവസമാണ്. കാരണം നമ്മൾ ഇസ്ലാം പക്ഷത്തെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ്, നമ്മുടെ മതം ജയം നേടിയിരിക്കുന്നു എന്ന്. ഉഹദ് യുദ്ധത്തിൽ അപ്രതീക്ഷിതമായ ഒരു കടന്നുവരവിലൂടെ നിരവധി സ്വഹാബികൾ കൊല്ലപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരനായ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ക്രൂരമായി വധിക്കപ്പെട്ടു. മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾക്ക് പരിക്കേറ്റു. അവിടുത്തെ തിരുദന്തം ഷഹീദായി, അവിടുത്തെ വിരലുകൾക്ക് മുറിവ് പറ്റി. അങ്ങനെ പല നഷ്ടങ്ങളും വേദനകളും നിറഞ്ഞ ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് മടങ്ങുമ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞ ഒരു പ്രഖ്യാപനമുണ്ട്, ഇന്ന് നമ്മുടെ ദൈവങ്ങൾ വിജയിച്ചിരിക്കുകയാണ്, ഹുബുൽ ദേവതയ്ക്ക് ഇന്ന് സന്തോഷിക്കാം. ഉടനെ മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു, അല്ലയോ ഉമറേ, ഖും യാ ഉമർ ഫഅജിബു, ഓ ഉമറേ എഴുന്നേറ്റ് നിന്ന് അബൂ സുഫിയാന് മറുപടി കൊടുക്കണേ. ചില സമയങ്ങളിൽ അങ്ങനെയാണ്. ശാന്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയും സഹിഷ്ണുതയോടെ മുന്നേറുകയും ചെയ്യുമ്പോൾ ഇസ്ലാമിന്റെ വിലാസത്തെയും ആദർശത്തെയും ആക്ഷേപിക്കുമ്പോൾ നമ്മൾ മറുപടി പറയേണ്ടി വരും. കാരണം ഇന്ന് ലോകത്ത് 1500 കൊല്ലമായി കളങ്കമില്ലാതെ നിലകൊള്ളുന്ന ഒരേ ഒരു ആദർശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആശയ സംഹിതയാണ്. കളങ്കമേൽക്കാതെ ഇത്രയും കാലം നിലനിന്ന ഒരു ആദർശം ഇന്ന് ലോകത്ത് വേറെ ഏതാണുള്ളത്? ലോകത്ത് വേറെ ഏതെങ്കിലും ഒരു ആദർശം ഇത്രമേൽ കാലം മാറ്റമില്ലാതെ, കളങ്കമില്ലാതെ, കയ്യേറ്റമില്ലാതെ നിലകൊണ്ടിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് അവതരിപ്പിച്ച പരിശുദ്ധമായ ഖുർആൻ ഇന്നും ഒരു വ്യത്യാസവുമില്ലാതെ അതിന്റെ അവതരിപ്പിക്കപ്പെട്ട ഭാഷയിൽ തന്നെ കോടിക്കണക്കിന് ജനങ്ങൾ നിത്യേന പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. മറ്റേതെങ്കിലും വേദഗ്രന്ഥങ്ങൾ അവതീർണമായ ഭാഷയിൽ ഇത്രയേറെ ആളുകൾ പോയിട്ട് ഇതിന്റെ ചെറിയൊരു അംശം ആളുകളെങ്കിലും പാരായണം ചെയ്യുന്നുണ്ടോ, വായിക്കുന്നുണ്ടോ, മനഃപ്പാഠമാക്കുന്നുണ്ടോ? പഠിക്കേണ്ട കാര്യമാണ്. ലോകത്ത് നിന്ന് നിലനിൽക്കുന്ന വേദങ്ങൾ ഏതാണ്? തൗറാത്തിനെ മാനിക്കുന്നവരിവിടെ ഉണ്ടാകാം. മൂസാ പ്രവാചകൻ അവതരിച്ച തോറ മാറ്റമില്ലാതെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന് തോറയുടെ അനുയായികൾ തന്നെ ലോകത്തോട് പറയാവുന്ന കാര്യമാണ്. അത് അവതരിച്ച ഭാഷയിൽ നിന്ന് എവിടെയാണ് പാരായണം ചെയ്യപ്പെടുന്നത്? ഇഞ്ചീൽ അല്ലെങ്കിൽ പുതിയ നിയമം, ന്യൂ ടെസ്റ്റമെന്റ്, അത് അവതരിപ്പിക്കപ്പെട്ട ഭാഷയിൽ പാരായണം ചെയ്യുന്നവർ എവിടെ? അവതരിപ്പിക്കപ്പെട്ട അതേ ഗ്രന്ഥം ഇന്നെവിടെ? പിൽക്കാലക്കാരായ ആളുകൾ കേട്ടെഴുതിയ സുവിശേഷങ്ങളിൽ ചിലത് ലഭ്യമാണ് എന്നതിനപ്പുറം അടിസ്ഥാനപരമായി ഇഞ്ചീൽ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? അടിസ്ഥാനപരമായി തോറ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ?
എന്നാൽ പരിശുദ്ധരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തേക്ക് അവതരിപ്പിച്ച ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ, നമ്മളാണ് ഖുർആൻ അവതരിപ്പിച്ചത്, അതേ ഖുർആൻ നമ്മൾ തന്നെ സംരക്ഷിക്കുന്നതാണ്. നിങ്ങൾ അറിയണേ, ഈ കൊച്ചു കേരളത്തിൽ മാത്രം എത്ര ലക്ഷം ആളുകളാണ് നിത്യേന ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഇതുപോലെ അറബേതരമായ ലോകത്തെവിടെയെല്ലാമുള്ള മുസ്ലിങ്ങളുണ്ടോ അവരെല്ലാം ഖുർആൻ പാരായണം ചെയ്യുന്നത് അറബിയിലാണ്, വേറെ ഏതെങ്കിലും ഒരു ഭാഷയിലല്ല. പരിഭാഷകൾ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകാം, അതൊരിക്കലും പാരായണം ചെയ്യാറില്ല. പ്രാഥമികമായ ഒരാശയം മനസ്സിലാക്കാൻ ചിലരൊക്കെ പരിഭാഷകൾ അവലംബിക്കുന്നുണ്ടാവാം. എന്നാൽ പല പരിഭാഷകളിലും പരിമിതികളുണ്ട്. ഖുർആനിന്റെ നേരിയ ഒരാശയം പോലും പ്രകാശിപ്പിക്കാൻ മറ്റേതെങ്കിലും ഭാഷയിലുള്ള ഭാഷാന്തരങ്ങൾക്ക്, ട്രാൻസ്ലേഷനുകൾക്ക് സാധ്യമല്ല. ഖുർആൻ അത് തനതായ രൂപത്തിൽ തന്നെ ആധികാരികമായി പഠിക്കണം. ഏതായാലും ശരി, പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അതേ ഭാഷയിൽ തന്നെ ലോകത്ത് നിലനിൽക്കുകയാണ്. അത് ഉലകത്തോട് വിളിച്ചു പറയേണ്ട ഒരു കാലമാണിത്. നമ്മൾ ഉജ്ജ്വലമായി ലോകത്തോടൊരു ആദർശത്തെ അറിയിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ 1400 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകത്തോട് സംവദിക്കുകയും ലോകത്തിന് പങ്കുവെച്ചു കൊടുത്ത പരിശുദ്ധമായ ഖുർആൻ അതിന്നും അതിന്റെ അവതീർണമായ ഭാഷയിൽ തന്നെ ലോകം പാരായണം ചെയ്യുകയാണ്. അറബി ഭാഷ സംസാരിക്കാൻ അറിയാത്തവരും ഖുർആൻ പാരായണം ചെയ്യാൻ അറിയുന്ന എത്രയെത്ര ലക്ഷക്കണക്കിന് ആളുകളാണ് ലോകത്തുള്ളത്. ഇതൊരു മഹാത്ഭുതമാണ്. ഇത് വിളിച്ചു പറയേണ്ട കാലമാണ്. ആധുനിക യുഗത്തിലെ പുതിയ മനുഷ്യരോട് വിളിച്ചു പറയണം, ഇവിടെ ഒരു വേദഗ്രന്ഥമുണ്ട്. 1.5 സഹസ്രാബ്ദത്തോളമായി ഒരു മാറ്റവും അതിന് വന്നിട്ടില്ല. സമാനമായി ഒരു വേദഗ്രന്ഥമോ ഒരു ദർശനമോ ലോകത്തില്ല തന്നെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസന്നിധിയിൽ വെച്ചുകൊണ്ട് അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു, ഇസ്ലാം പരാജയപ്പെട്ടു എന്ന്, ഞങ്ങളുടെ ദൈവങ്ങൾ ജയിച്ചു എന്ന് വിളിച്ചു പറഞ്ഞപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫാജിബുഹു യാ ഉമർ, ഓ ഉമറേ, ഇവർക്കൊന്ന് മറുപടി പറയണേ ഉമറേ. റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അതുവരെയുള്ളതെല്ലാം സഹിച്ചു, പക്ഷേ ആദർശത്തിനെതിരെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങിയില്ല. ഉടനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹു അലാ വ അജൽ, അല്ലാഹുവാണ് ഏറ്റവും ഉന്നതനും പ്രതാപവാനും, വേറെ ആരും പ്രതാപം അവകാശപ്പെടാനില്ല. അല്ലാഹു അലാ വ അജൽ, അത്യുന്നതനും പ്രതാപവാനും അല്ലാഹുവാണ്. ഖത്ലാനാ ഫിൽ ജന്നതി വ ഖത്ലാകും ഫിന്നാർ, ഞങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ സ്വർഗത്തിലാണ്, നിങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ടവർ നരകത്തിലാണ്. ഞങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ സ്വർഗത്തിലാണ്, നിങ്ങളിൽ നിന്ന് വധിക്കപ്പെട്ടവർ നരകത്തിലാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉജ്ജ്വലമായി അങ്ങ് വിളിച്ചു പറയുമ്പോൾ, ഫലമ്മാ ജാബ ഉമറു അബാ സുഫിയാന, അബൂ സുഫിയാനോട് ഈ മറുപടി അങ്ങ് വിളിച്ചു പറഞ്ഞപ്പോൾ
അബൂ സുഫിയാൻ പറഞ്ഞു, ഹലുമ്മ ഇലയ്യ യാ ഉമർ, ഓ ഉമറേ, ഇങ്ങോട്ടൊന്ന് വരുമോ ഉമറേ? ഉമറേ, ഇങ്ങോട്ടൊന്ന് വരാമോ? അവിടെ നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞാൽ പോരാ, അള്ളാഹുവാണ് ഉന്നതനാണെന്ന്, അള്ളാഹുവാണ് ജയിച്ചവൻ എന്ന് പറഞ്ഞാൽ പോരാ. ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ ഉമറേ എന്ന് ചോദിച്ചു. മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഅതിഹി ഫൻദുർ മാ ശഅനു, എന്താണ് കാര്യമെന്ന് അന്വേഷിക്കൂ ഉമറേ. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, ഒന്ന് വരാമോ ഉമറേ എന്ന്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ലോക ഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒന്ന് അങ്ങോട്ട് ചെല്ലൂ ഉമറേ, എന്താണ് കാര്യമെന്ന് അന്വേഷിക്കൂ. ഒന്ന് കാര്യം അന്വേഷിച്ചിട്ട് വരൂ ഉമറേ. അങ്ങനെ മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചെല്ലുകയാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ചേർന്നുള്ള ജീവിതത്തിലെ സ്നേഹസ്ഫുരണങ്ങളിലൂടെയാണ് ثم الرضا عن نبي بكر وعن عمر وعن علي وعن عثمان ذي الكرم എന്ന വരികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞു വരുന്നത്, മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അബൂ സുഫിയാന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. ഫഖാല ലഹു അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ ഒരു കാര്യം അന്വേഷിക്കുന്നു. അല്ലയോ ഉമറേ, ഞങ്ങൾ മുഹമ്മദ് നബിയെ വധിച്ചിട്ടുണ്ടോ, അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദിൽ കൊല്ലപ്പെട്ടു എന്നാണല്ലോ പ്രചാരണം. അല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടിട്ടുണ്ടോ ഉമറേ? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ലാ ലാ ഇല്ല അബൂ സുഫിയാനേ, ലയസ്മഉ കലാമകൽ ആൻ, നിന്റെ ഈ സംസാരം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിന്റെ വർത്തമാനം കേട്ടുകൊണ്ട് അവിടെയുണ്ട്, അവിടുന്ന് വധിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങളോട് അബൂ സുഫിയാൻ ഇബ്നു ഹർബ് പറയുകയാണ്, അൻത അസ്ദഖു ഇൻദീ മിൻ ഇബ്നു ഖുംആ, ഇബ്നു ഖുംആയേക്കാൾ എൻ്റെ അടുക്കൽ സത്യവാൻ നിങ്ങളാണ്. കാരണം അയാളാണ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടു എന്ന്. ആ വാക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളുടെ വാക്ക് കേട്ടപ്പോൾ അയാൾ വിളിച്ചു പറഞ്ഞിരുന്നു, ഇന്നി ഖതൽതു മുഹമ്മദാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കൊന്നു എന്നയാള് പറഞ്ഞിരുന്നു. അത് ഞാൻ മാറ്റിവെക്കുകയാണ് ഉമറേ, നിങ്ങളുടെ വാക്ക് ഞാൻ അംഗീകരിക്കുകയാണ്. ലോക ഗുരുവായ തിങ്കൾ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം നിറയുകയാണ്. കാരണം എന്താണ്? ശത്രുപാളയത്തിന്റെ അവകാശവാദങ്ങളെ ശക്തമായ ഭാഷയിൽ അവിടെ നിന്ന് തന്നെ പ്രതിരോധിക്കാൻ എന്റെ ഉമർ കൂടെയുണ്ടല്ലോന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അഭിമാനിച്ച രംഗമാണ്. ഉഹദിന്റെ താഴ്വരയിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് തങ്ങൾക്ക് പറയാനുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം സഞ്ചരിക്കുകയാണ്.
ഏത് സന്നിഗ്ധ ഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ത് പറയുന്നു അതിനുവേണ്ടി റെഡിയാണ്. ഒരു യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ മിണ്ടരുത്, ശബ്ദിക്കരുത്, നിങ്ങൾ അവര് പറയാനുള്ളതൊക്കെ പറയട്ടെ എന്ന്. ഉമർ റളിയല്ലാഹു അൻഹു മിണ്ടാതെ ഇരുന്നു. ഉടനെ ശത്രുക്കളെ വിളിച്ചു പറഞ്ഞു, ഹാദാ യൗമുൽ ലാത്ത വൽ ഉസ്സ, ഇത് ലാത്തയും ഉസ്സയും ജയിച്ച നാളാണ്. എവിടെയുണ്ട് മുഹമ്മദ് നബിയുടെ ദൈവം സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് വിളിച്ചു ചോദിച്ചപ്പോൾ, അല്ലാഹുവിനെതിരെയുള്ള സംസാരം വന്നപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ ഇനി മിണ്ടാതിരിക്കാൻ പറ്റൂല, പറയൂ ഉമറേ മറുപടി. ഉടനെ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഹാദാ യൗമു റബ്ബിൽ ആലമീൻ, സർവലോക അധിപതിയായ അള്ളാഹുവിന്റെ ദീനിന്റെ പ്രതാപത്തിന്റെ ദിവസമാണിത്. ഇവിടെ ഒരിക്കലും ഇസ്ലാം പരാജയപ്പെട്ടിട്ടില്ല. നമ്മൾ വിചാരിക്കും എല്ലായിടത്തും ഇന്ന് ഇസ്ലാമിന് പരാജയമാണല്ലോ എന്ന്. ചില ആളുകൾ ആലോചിക്കാതെ പറഞ്ഞു പോകും. ഫലസ്തീനിൽ കൊല്ലപ്പെടുന്നു, ഇറാനിൽ യുദ്ധം നടക്കുന്നു, യമനിൽ പോരാട്ടം നടക്കുന്നു, സിറിയയിൽ രാഷ്ട്രീയ ശൈഥില്യം അനുഭവിക്കുന്നു, ലിബിയയിൽ പ്രതിസന്ധികൾ ഉണ്ടാവുന്നു, മിസ്റിന്റെ പല ഭാഗങ്ങളിലും പല അവസരങ്ങളും കേൾക്കുന്നു, ഖത്തറിൽ സ്ഫോടനം നടക്കുന്നു, അറബ് ഭരണാധികാരികൾ അടിക്കടിയായി മീറ്റിംഗുകൾ കൂടുന്നു. എന്തേ നമുക്ക് പറ്റിപ്പോയത് എന്ന്? നമുക്കൊന്നും പറ്റിയിട്ടില്ല, നമുക്കൊന്നും പറ്റിയിട്ടില്ല. ഇസ്ലാം ഈ ഒരു പുതിയ കാലം വരെ വന്നത് പച്ചപ്പരവതാനിയിലൂടെയല്ല, പട്ടുമെത്തയിലൂടെയല്ല. ഇസ്ലാമിന്റെ ആദർശം ഉജ്ജ്വലമാണെന്നറിയുന്ന ഏത് ശക്തിയും ഇസ്ലാമിനെതിരെ എവിടെയും തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ ലോകത്തുള്ള എല്ലാ ശക്തികളും ഒരുമിച്ച് കൂടും. വേറെ ഒരു മതത്തിനും എതിരെ ലോകത്ത് ഇതുപോലെ പല വിശ്വാസക്കാർ ഒരുമിച്ച് കൂടിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോഴെന്തുകൊണ്ടാണ് ഇസ്ലാമിനെതിരെ മാത്രം അവിടെയും ഇവിടെയുമെല്ലാമുള്ള പല ശത്രുക്കളും ഒരുമിച്ച് കൂടുന്നത്? ഇസ്ലാമിന്റെ മഹനീയമായ ഒരു ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനാവുന്നില്ല എന്നതുകൊണ്ട്. മുസ്ലിങ്ങൾ ഇവിടെയെല്ലാം കൊല്ലപ്പെട്ടത് അക്രമകാരികളായതിന്റെ പേരിലാണോ? യമനെതിരെ അടിക്കടി യുദ്ധം നടക്കുന്നത് അവിടെയുള്ള യമൻകാരായ ആളുകൾ വേറെ ഏതെങ്കിലും രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ പോയത് കൊണ്ടാണോ? സിറിയയിലെ ആളുകൾ രാഷ്ട്രീയ ശൈഥില്യം അനുഭവിക്കേണ്ടി വന്നത് പാശ്ചാത്യൻ ശക്തികളുടെ കടന്നുകയറ്റം കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാണ്? ഫലസ്തീനിലെ കുരുന്നുകൾ കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അവരാരെങ്കിലും ഏതെങ്കിലും ഒരു ഭരണകൂടത്തെ പിടിച്ചടക്കാൻ ശ്രമിച്ചോ? അവിടെയുള്ള സ്ത്രീജനങ്ങൾ അരുങ്കൊല ചെയ്യപ്പെടുന്നത് എന്തിന്റെ പേരിലാണ്? ഇനിയും അവരെ കൊല്ലുന്നവരോടൊപ്പം കുഴലൂത്ത് നടത്താൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് മനുഷ്യത്വമില്ലെന്നേ പറയാനാവൂ. വേറെ ഒന്നും ലോകത്ത് പറയാനാവില്ല. പ്രിയമുള്ളവരെ, ഇസ്ലാം കായ്ഫലമുള്ള മരമാണ്. അതുകൊണ്ട് എന്നും ഇതിലേക്ക് ആളുകൾ കല്ലെറിഞ്ഞുകൊണ്ടിരിക്കും. ചരിത്രത്തിന്റെ ഇന്നലകളിൽ നിന്ന് പുഴകൾ രക്തമായ കാലം മുസ്ലിങ്ങൾ വേദന അനുഭവിച്ചിട്ടുണ്ട്. ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും ചോര കലങ്ങിയ കഥകളിലൂടെയാണ് ഇസ്ലാം മുന്നോട്ട് കടന്നു വന്നത്. പക്ഷേ ഇസ്ലാം ലോകത്ത് നിന്ന് അസ്തമിച്ചു പോയിട്ടില്ല. കുരിശ് യുദ്ധം ലോകം മറന്നിട്ടില്ല. ക്രൂസൈഡ്സിന്റെ കാലം. ഇനി ഇസ്ലാം ലോകത്തുണ്ടാവില്ല എന്ന് വിചാരിച്ച പാശ്ചാത്യ ലോബികളുണ്ട്. അവിടെ നിന്നാണ് ഇസ്ലാം അതിജീവനത്തിന്റെ മഹാശക്തിയായി ലോകത്തേക്ക് ഉയർന്നു വന്നത്. USSRന്റെ അധിനിവേശകാലം
കമ്മ്യൂണിസ്റ്റ് റഷ്യ പരിസരത്തുള്ള മുഴുവൻ ഇസ്ലാമിക രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്ത ഒരു കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഉസ്ബെക്കിസ്ഥാനിന്റെയും കസാക്കിസ്ഥാനിന്റെയും അസർബൈജാനിന്റെയും കിർഗിസ്ഥാനിന്റെയും അങ്ങനെ USSRന്റെ നിരവധി പ്രവിശ്യകളിൽ ഉണ്ടായിരുന്ന ഇസ്ലാമിക ചിഹ്നങ്ങളെയും വിദ്യാലയങ്ങളെയും മുഴുവനും ഇല്ലായ്മ ചെയ്ത ഒരു കാലം പ്രിയമുള്ളവരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? അവിടെയെല്ലാം ഉജ്ജ്വലമായി ഇസ്ലാം തിരിച്ചു വരികയാണ്. ഞങ്ങൾ ഈ അടുത്തയിടയിൽ ഉസ്ബെക്കിസ്ഥാനിൽ പോയി. അവിടെയെല്ലാം പഴയതിനേക്കാൾ പള്ളികൾ സജീവമാവുകയാണ്, പാഠശാലകൾ സജീവമാവുകയാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ആയിരക്കണക്കിന് കുട്ടികളാണിന്ന് ഈ പറയപ്പെടുന്ന രാജ്യങ്ങളിലെല്ലാം മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോകുന്നത്, മെഡിസിൻ പഠിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞങ്ങൾ ഒരു 5 മാസം മുമ്പ് റഷ്യയിലെ മോസ്കോയിലെത്തിയപ്പോൾ മോസ്കോയിലെ മുഴുവൻ പള്ളികളും ഇല്ലായ്മ ചെയ്യപ്പെട്ട ഒരു കാലം മോസ്കോയ്ക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. സെന്റ് പീറ്റേഴ്സ്ബർഗിന് കഴിഞ്ഞു പോയിട്ടുണ്ട്. റഷ്യയുടെ എല്ലാ പ്രവിശ്യയിലും കഴിഞ്ഞു പോയിട്ടുണ്ട്. ആരായിരുന്നു USSR എന്നറിയുമോ? ലോകത്തിന്റെ 6ൽ 1 ഭൂപ്രദേശം അധികാരമുണ്ടായിരുന്നവരാണ്. 6 സെന്റ് അളന്നാൽ 1 സെന്റ് റഷ്യയുടേതാ. ഇത്രമേൽ ശക്തിയുണ്ടായിരുന്ന പഴയ സോവിയറ്റ് റഷ്യ ഇതുപോലെയുള്ള ഇസ്ലാമിക രാജ്യങ്ങളെയും ചിഹ്നങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടതെല്ലാം അവര് ചെയ്തു. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മഹാന്മാരായ ഇമാമുകളുടെ നാടാണ്. അവിടെയാണ് ഇമാമുൽ ബുഖാരി റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അവിടെയാണ് ഖുസമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത്. അഷ്ബഹുൻ നാസി ബി ഖൽഖൻ വഖുലുഖാ, സ്വഭാവത്തിനും സൗന്ദര്യത്തിലും എന്നോട് സാദൃശ്യമുള്ളയാളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃ സഹോദരന്റെ മകനായ ഖുസമ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നത് താഷ്കന്റിലാണ്, അഥവാ ഉസ്ബെക്കിസ്ഥാനിന്റെ തലസ്ഥാനത്താണ്. മഹാനായ ബഹാഉദ്ദീൻ നഖ്ശബന്ദി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് അവിടെയാണ്, ഉസ്ബെക്കിസ്ഥാനിലാണ്. ഇമാം അബൂ മൻസൂർ മാതുരീദി റളിയല്ലാഹു അൻഹു വിശ്വാസ ലോകത്തെ 2ാമത്തെ ഇമാം വിശ്രമിക്കുന്നത് അവിടെയാണ്. 6 ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒരു ഗ്രന്ഥത്തിന്റെ ഉടമയായ ഇമാം തുർമുദി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് അവിടെയാണ്. ഇമാം ബുഖാരി തങ്ങളെക്കാൾ മുൻഗാമിയായ ബഹുമാനപ്പെട്ട ഇമാം ഉദ്ദാരിമി റളിയല്ലാഹു അൻഹു വിശ്രമിക്കുന്നത് അവിടെയാണ്. അബ്ദുൽ ഖാലിഖ് അൽ ഗിജ്വാനി റഹ്മത്തുള്ളാഹി അലൈഹി ആത്മീയ വഴിയിലെ വലിയ പ്രഭാ ഗുരുവാണ്. മഹാനവറുകൾ വിശ്രമിക്കുന്നത് അവിടെയാണ്. ഇങ്ങനെ ഒരുപാട് ഇമാമുകളുടെ മാവറാ അന്നഹർ എന്ന് പറയും, അഥവാ ഉസ്ബെക്കിസ്ഥാനിന്റെ ബോർഡറായ തുർമുദിൽ ചെന്നാൽ അഫ്ഗാനിലേക്ക് നോക്കാൻ പറ്റും. അങ്ങനെയുള്ള അതിർത്തി പ്രദേശം മുതൽ ഇങ്ങോട്ട് വന്ന് നോക്കിയാൽ ആ പ്രവിശ്യകൾ മുഴുവനും മാവറാ അന്നഹർ എന്നറിയപ്പെടുന്ന പ്രദേശം മുഴുവനും മുഹദ്ദിസീങ്ങളുടെ നാടാണ്. അവിടെ മുഴുവനും റഷ്യയുടെ തേരോട്ടം നടന്ന് പള്ളി മിനാരങ്ങൾ മുഴുവനും ഇല്ലായ്മ ചെയ്ത ഒരു കാലമുണ്ട്. എന്നിട്ട് ഇസ്ലാം ഒടുങ്ങിയോ? ഇല്ല. ഇന്നവിടെ എല്ലാ സ്റ്റേറ്റുകളിലും, കിർഗിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ദാഗിസ്ഥാനിലുമെല്ലാം ഇന്ന് വലിയ വലിയ ഇസ്ലാമിക വിദ്യാലയങ്ങൾ, കലാലയങ്ങൾ, പള്ളികൾ, പാഠശാലകൾ വരുന്നുണ്ട്. അറിയുമോ, അങ്ങ് ഉൾഗ്രാമങ്ങളിലേക്ക് ചെല്ലുമ്പോഴും ഇസ്ലാമിന്റെ പ്രഭാവമാണ്. ഞങ്ങൾ റഷ്യയിലെ കാസാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയി. മനോഹരമായ സ്ഥലമാണ് കാസാൻ. അത് യൂറോപ്പിന്റെ ഭാഗമാണ്.
ചിലപ്പോൾ അവിടെ രാത്രി 3 മണിക്കൂറേ ഉണ്ടാവൂ, 4 മണിക്കൂറേ ഉണ്ടാവൂ. നേരെ തിരിച്ചും വരാം. 4 മണിക്കൂറിനുള്ളിൽ മഗ്രിബ് മുതൽ തറാവീഹ് മുതൽ ഇശാ മുതൽ തറാവീഹ് മുതൽ അത്താഴം മുതൽ സുബഹി വരെ എല്ലാം കഴിഞ്ഞു പോണം. 20 മണിക്കൂർ പകൽ വരെ അവിടെ വരുന്ന സ്ഥലങ്ങളാണ്. അവിടെയും പള്ളികളുണ്ട്, നിസ്കാരങ്ങളുണ്ട്, തറാവീഹുണ്ട്, ഖുർആൻ പാരായണമുണ്ട്, വിശ്വാസികളുണ്ട്. ലോകത്തിന്റെ ഏത് ദിക്കുമുക്കിൽ ചെന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നോട്ട് വെച്ച മഹത്തായ ആദർശമുണ്ട്. ഈ ആദർശം എവിടെയും തകർന്നിട്ടില്ല. രാഷ്ട്രീയപരമായ പ്രതിസന്ധികൾ ഇസ്ലാം എക്കാലത്തും മറികടന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭൗതികമായ പ്രശ്നങ്ങളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ വരുമ്പോ ഇസ്ലാം ഇവിടെ അസ്തമിച്ചു പോകും. എന്താ മുസ്ലിങ്ങൾ ഇങ്ങനെ അനുഭവിക്കുന്നത്, പടച്ചോൻ ഇവിടെ ഗസയിൽ ഇടപെടാത്തത് എന്ന് ആരും ആശങ്കപ്പെടേണ്ടതില്ല. ഇതിനേക്കാൾ വലിയ ദുർഘടമായ കാലങ്ങൾ കഴിഞ്ഞുപോയി. ഇതിനേക്കാൾ വലിയ പ്രതിസന്ധിയുടെ കാലങ്ങളിലൂടെയാണ് നമ്മൾ ഊതിക്കാച്ചിയ പൊന്നുപോലെ ഈ ആദർശം 1500-ാമത്തെ വർഷത്തിലേക്ക്, അല്ലെങ്കിൽ 1.5 സഹസ്രാബ്ദത്തോളമായി ലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. എവിടെയും ഇസ്ലാം പരാജയപ്പെട്ടിട്ടില്ല. ഇസ്ലാമിക ദർശനങ്ങളെ കാലം കൂടുതൽ പ്രാധാന്യത്തോടെ വായിക്കുകയാണ്. അല്ലാതെ ഇസ്ലാം മുന്നോട്ടല്ലാതെ പിന്നോട്ട് വന്നിട്ടില്ല. അതാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം. ഉഹദിൽ ഞങ്ങൾ ഒരുപാട് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം, പക്ഷേ അള്ളാഹുവിന്റെ ആദർശത്തിന് യാതൊരു ഇളക്കവും സംഭവിച്ചിട്ടില്ല. ഇസ്ലാം ദീനിന് യാതൊരു പരിക്കും വന്നിട്ടില്ല. ഒരു മതമായി പഠിക്കപ്പെടുന്നത് എവിടെയാണ്? ഒരു ആദർശമായി ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്നത് എവിടെയാണ്? ഒരു മതമേധാവി അല്ലെങ്കിൽ മതാചാര്യൻ, പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വായിക്കപ്പെടുന്നത് പോലെ ലോകത്ത് വേറെ ആരെങ്കിലും വായിക്കപ്പെടുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പെടുന്നത് പോലെ വേറെ ആരെങ്കിലും ലോകത്ത് പറയപ്പെടുന്നുണ്ടോ? അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഗസയിലെ കുരുന്നുകൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. അവരോടുള്ള മറുപടിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, ഖത്ലാനാ ഫിൽ ജന്ന, ഞങ്ങളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ സ്വർഗത്തിലാണ്. അതുകൊണ്ടാണ് ഗസയിലെ തീഷ്ണഭൂമിയിൽ കിടന്നുകൊണ്ട് ശരീരം മുഴുവനും മുറിവേറ്റപ്പോഴും അവിടുത്തെ കവികളും കവയിത്രികളും എഴുതിയത്, ഞങ്ങൾ സ്വർഗത്തിൽ ഗസ പണിയാൻ പോവുകയാണെന്ന്. അവര് പറഞ്ഞത് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നല്ല. അവര് പറഞ്ഞത് ഞങ്ങൾ സ്വർഗത്തിൽ ഗസ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന്. ഇത്രയേറെ ശരീരങ്ങളെ ഇല്ലായ്മ ചെയ്യാനല്ലാതെ ഒരാളെങ്കിലും ആദർശപരമായി മാറ്റിയെടുക്കാൻ ഇതുവരെയും സിയോണിസ്റ്റുകൾക്ക് കഴിഞ്ഞില്ല. ക്രൂരന്മാരായ ഇസ്രയേലിന്റെ IDF-ന് സാധിച്ചിട്ടില്ല അവിടെ ഒരാളുടെയും ആദർശമൊന്നു മാറ്റാൻ. ശരീരം മുഴുവനും പൊട്ടിയൊലിച്ചുകൊണ്ട് കൂട്ടുകാരൻ കിടക്കയിൽ കിടക്കുമ്പോ സമാനമായ പരിക്കുകൾ ഏറ്റുവന്ന കൂട്ടുകാരൻ അടുത്തിരുന്ന് ജീവന്റെ അവസാന നിമിഷങ്ങൾ എണ്ണുന്ന സുഹൃത്തിനോട് പറഞ്ഞു കൊടുക്കുന്ന, മോനെ പറയണേ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതാണ് ആദർശം അവർക്ക് നൽകുന്ന ആശ്വാസം. എന്റെ സദസ്സിലുള്ള മോമിനീങ്ങളോട് പറയാണ്, നമ്മളൊക്കെ വെള്ളിയാഴ്ച ജുമുഅക്ക് നേരത്തെ പള്ളിയിൽ വരണം, അൽ കഹ്ഫ് പാരായണം ചെയ്യണം, വെള്ളിയാഴ്ചയോട് ബഹുമാനം വേണം. ഇന്ന് നമ്മൾ ഖതീബ് മിമ്പറിൽ കയറി ഖുതുബ തീരാനാവുമ്പോഴേക്ക് പള്ളിയിലേക്ക് ഓടിച്ചെല്ലും, സലാം വീട്ടിയാൽ ഉടനെ ചാടി പുറത്തിറങ്ങും. അങ്ങനെയാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ നമുക്ക് നിസ്കരിക്കാൻ പള്ളി ഉണ്ടാവില്ല.
അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. നമുക്കൊരു വെള്ളിയാഴ്ച അല്പസമയം വാങ്ക് കേൾക്കുന്നതിന് മുമ്പ് പള്ളിയിലെത്തി നിസ്കാരം കഴിഞ്ഞ് അല്പസമയം അവിടെ ഇരുന്ന് ഔറാദുകൾ ചൊല്ലിയിട്ട് സുന്നത്ത് നിസ്കരിച്ച് വരാനുള്ള നേരമില്ലേ? എന്നാൽ നാളെ നമുക്ക് നിസ്കരിക്കാൻ പള്ളി ഉണ്ടാവണം എന്നില്ല. അള്ളാഹുവിന്റെ പരീക്ഷണം വരുന്നത് നമ്മൾ അള്ളാഹുവിനെ മറക്കുമ്പോഴാണ്. നമ്മളാരും കഴിഞ്ഞ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതാതിരുന്നത് സമയം കിട്ടാഞ്ഞിട്ടാണോ സഹോദരാ? അൽ കഹ്ഫ് പാരായണം തിരുചര്യയാണ്. അൽ കഹ്ഫ് പാരായണം ഒരു സുരക്ഷയാണ്. നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച അൽ കഹ്ഫ് ഓതിയോന്ന് സ്വന്തമെന്ന് ചോദിക്കണം. ഓതിയില്ലെന്നാണ് മറുപടിയെങ്കിൽ സമയമില്ലാഞ്ഞിട്ടാണോ ഓതാഞ്ഞത്? അതല്ല വേണമെന്ന് വെക്കാഞ്ഞിട്ടാണോ? രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയിരക്കണക്കിന് മെസ്സേജുകൾ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്ത് കഴിയാൻ നേരമുണ്ടായിരുന്നു. വാട്സപ്പ് നോക്കാൻ നേരമുണ്ടായിരുന്നു. മറ്റു പലതും കാണാനും കേൾക്കാനും നേരമുണ്ടായിരുന്നു. ഈ ലോകത്തെയും പരലോകത്തെയും രക്ഷയ്ക്കാവശ്യമായ അൽ കഹ്ഫ് പാരായണം ചെയ്തോ ഉമ്മ, ചെയ്തോ പെങ്ങളെ? സ്ത്രീകൾ ജുമുഅ ജമാഅത്തിന് പള്ളിയിൽ പോകേണ്ടവരല്ല. സ്ത്രീകൾ ജുമുഅ നിലനിർത്താൻ ബാധ്യതപ്പെട്ടവരല്ല. പക്ഷേ അവരും പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. വെള്ളിയാഴ്ച പ്രത്യേകം സ്വലാത്ത് ചൊല്ലണം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയുടെ മഹത്വം അറിഞ്ഞ് പെരുമാറണം. അതെല്ലാം സ്ത്രീകൾക്കും ബാധകമാണ്. ജുമുഅ ജമാഅത്തുകൾ നിലനിർത്തേണ്ട ബാധ്യത പുരുഷന്മാർക്കാണ്. അത് നിലനിർത്താനുള്ള ബാധ്യത സ്ത്രീകൾക്ക് അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അതിൽ അവര് വേജാറാകേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിമാരോ പെൺമക്കളോ ഒരാള് പോലും ഒരു ജുമുഅക്കും ഒരു ജമാഅത്തിനും മസ്ജിദുൻ നബവിയിൽ വന്നിട്ടില്ലെന്ന് ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, പ്രപഞ്ചം മുഴുവനും ഇൽമു കൊണ്ട് നിറച്ച ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഉമ്മ പെങ്ങന്മാരെ, നിങ്ങൾ വീട്ടിൽ ളുഹർ നിസ്കരിക്കേണ്ടവരാണ്. അതോടൊപ്പം പക്ഷേ അൽ കഹ്ഫ് പാരായണം ചെയ്യണം. അത് സുന്നത്താണ്, ചര്യയാണ്. നമ്മൾ അതിന് സമയം കണ്ടെത്താതെ പോയാൽ പിന്നെ വെള്ളിയാഴ്ച അറിയാൻ പറ്റാതെയായി പോകും. കാരണം കണ്ടില്ലേ എന്ന് ഗസയിലെ മക്കൾ എവിടെയാണ് ഒരു പെരുന്നാൾ നിസ്കരിക്കുന്നത്? അവർക്ക് എവിടെയെങ്കിലും ഒരു മൈതാനിയുണ്ടോ? അവർക്ക് എവിടെയെങ്കിലും ഒരു പള്ളിയുണ്ടോ? മെഹ്റാബുണ്ടോ? തകർന്നടിഞ്ഞ കെട്ടിടത്തിന്റെ ഇടയിൽ നിന്നുകൊണ്ടും അവർ അല്ലാഹുവിനെ തക്ബീർ ചൊല്ലി മഹത്വപ്പെടുത്തി നിസ്കരിക്കുകയാണ്, പെരുന്നാൾ നിസ്കരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും നമ്മൾ ഇസ്സത്തോടെ ജീവിക്കണമെങ്കിൽ നമുക്കുള്ള പണി എന്താണ്? വലില്ലാഹിൽ ഇസ്സത്തു വലിറസൂലിഹി വലിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല പ്രതാപം വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ പ്രതാപം നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ഈമാനുള്ളവരാകണം. അല്ലാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. നമ്മൾ അല്ലാഹുവിനെ മറന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കും. ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലെയും സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പുതിയ രാഷ്ട്രീയ ഇന്ത്യയിലെ പൗരത്വ ചർച്ചകളെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. അവകാശ സമരങ്ങളെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെയെല്ലാം വിശ്വാസികളായ നമുക്ക് അടിസ്ഥാനപരമായ ബാധ്യത നമ്മൾ ശരിയായ ഒരു മുഅ്മിനാവുക എന്നതാണ്. ശരിയായ ഒരു വിശ്വാസിയാവുക എന്നതാണ്. നമ്മളാരും ഇവിടെ എന്നേക്കും ജീവിക്കാൻ വന്നവരല്ല. നമ്മുടെ മുൻഗാമികളാരും ഇവിടെ കാലാകാലം വസിച്ചിട്ടില്ല. അവരെല്ലാവരും യാത്ര പോയതുപോലെ നമ്മളും പോകണം.
നമ്മുടെ യഥാർത്ഥ ജീവിതം ഇവിടെയല്ല, യഥാർത്ഥ ജീവിതം അവിടെയാണ്. ഇത് അല്പസമയങ്ങൾക്കിടയിലുള്ള ഒരു മിന്നലാട്ടമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്ന ഒരു രംഗം ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആലോചനകൾക്ക് വേണ്ടി ഏകാന്തമായി താമസിക്കുകയാണ്. പള്ളിയിലേക്ക് ജമാഅത്തിന് വരും, ആരോടും മിണ്ടുകയില്ല. തിരിച്ച് ആ ഏറുമാടത്തിലേക്ക് തന്നെ പോകും. അഥവാ തോട്ടത്തിൽ ഒരുക്കിയ മരക്കൂടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകും. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയിൽ വന്നപ്പോൾ സ്വഹാബികൾ പലരും പള്ളിയുടെ പല തൂണും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയുകയാണ്. എന്തേ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്നിമാരെ ത്വലാഖ് ചൊല്ലി എന്ന വാർത്തയാണ് പരന്നിരിക്കുന്നത്. അതിൽ സങ്കടപ്പെട്ടുകൊണ്ട് പലരും കരയുകയാണ്. പലരുടെയും ആലോചന പല വഴിക്കും വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പത്നിമാരിൽ ഒരാൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൾ ഹഫ്സയാണ്. ഹഫ്സ ബിൻത് ഉമർ റളിയല്ലാഹു അൻ. അറിയുമോ, മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനയിലെ പരിസരങ്ങൾ മുഴുവനും വായിച്ചു കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് ചെന്നു. ഖാദിമായി ഒരു കുട്ടിയുണ്ട്, ഒരു ഗുലാമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇപ്പോഴൊന്ന് കാണാൻ പറ്റുമോന്ന്. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ മടങ്ങി വന്നു. പിന്നെയും മസ്ജിദുൻ നബവിയിലെ രംഗം കണ്ടപ്പോൾ മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തിരിച്ചു ചെന്നു. ഖാദിമിനോട് പറഞ്ഞു, മോനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയണം, ഉമർ ഇബ്നുൽ ഖത്താബ് വന്നിട്ടുണ്ട്, മകൾ ഹഫ്സയെ കുറിച്ച് പറയാൻ വന്നതല്ല എന്നൊന്ന് പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ സമ്മതം കൊടുത്തപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റൂമിലേക്ക് കടന്നു. ഈത്തപ്പന മട്ടൽ അടുക്കി കെട്ടിയുണ്ടാക്കിയ ഒരു അയറുമാടമാണ്. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ സ്വീകരിക്കാൻ എഴുന്നേറ്റിരുന്നു. റോസാ പുഷ്പം പോലെയുള്ള പൂമേനിയിൽ ചമന്ന വരകളാണ്. സുന്ദരമായ ശരീരത്തിൽ മുഴുവനും കട്ടിലിന്റെ അടയാളമാണ്. ഈത്തപ്പന മട്ടൽ പതിഞ്ഞതിന്റെ വരയാണ്. അപ്പോൾ മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയാൻ വന്ന അജണ്ട മാറ്റിയിട്ട് ചോദിച്ചു, നബിയേ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളോട് ഉലകത്തിന്റെ മുഴുവൻ അടരുകളിലും അനുരാഗത്തിന്റെയും ആധികാരികതയുടെയും ആത്മാഭിമാനത്തിന്റെയും വിലാസമടയാളപ്പെടുത്തിയ പ്രപഞ്ചത്തിന്റെ മുഴുവൻ പ്രഭയുടെയും പര്യായമായ ഹബീബുനാ വ നബിയുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ ലളിതമായ ജീവിത ഭാവങ്ങളിൽ ആ പൂമേനിയിൽ പതിഞ്ഞ വരകൾ കണ്ടപ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ഹബീബായ തങ്ങളെ, ഒരു നല്ല കിടക്കയെങ്കിലും, ഒരു നല്ല വിരിപ്പെങ്കിലും, ഒരു നല്ല കട്ടിലെങ്കിലും സ്വീകരിച്ചുകൂടെ? കണ്ടില്ലേ അവിടെ സാർ ചക്രവർത്തിമാർ, റോമിന്റെ ഭരണാധികാരികൾ, അവരെല്ലാവരും കൊട്ടാരത്തിൽ കഴിയുന്നുണ്ടല്ലോ നബിയേ.
അവിടുത്തേക്കും ഒരു കൊട്ടാരമായിക്കൂടേന്ന്, അവിടുത്തേക്കും മാർദ്ദവമുള്ള ഒരു വിരിപ്പ് ആയിക്കൂടേന്ന് മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മദീനയിൽ കൊട്ടാരമുണ്ടായിരുന്നില്ല. മദീനയിൽ കൊട്ടാരമുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊന്നിന്റെ കൊട്ടാരമുണ്ടാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് സ്വീകരിച്ചില്ല. എന്തേ ഹബീബായ തങ്ങളെ ഒരു നല്ല വിരിപ്പെങ്കിലും കണ്ടില്ലേ ഇന്ന് ലോകത്തെ ഭരണാധികാരികൾ, റോമിന്റെയും പേർഷ്യയുടെയും ഭരണാധികാരികൾ, അവരെല്ലാം വലിയ കൊട്ടാരങ്ങളിൽ കഴിയുന്നില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ല അവർക്ക് സ്വർഗമുണ്ടോ ഉമറേ? അവർക്ക് സ്വർഗമുണ്ടോ ഉമറേ? നമുക്ക് കാത്തിരിക്കാൻ ഒരു സ്വർഗമുണ്ട്, നമുക്ക് കാത്തിരിക്കാൻ ഒരു പറുദീസയുണ്ട്. മുസ്ലിങ്ങളെ പോലെ പ്രതീക്ഷയുള്ള ഒരു ജനത ആരാണ്? ഖബറിൽ കൊണ്ടുവച്ചിട്ട് നമ്മൾ യാത്രയാക്കുമ്പോൾ പറഞ്ഞു വരുന്നത് എന്താണ്? അല്ലാഹുമ്മ ജഅൽ ഖബറഹു റൗളതൻ മിൻ റിയാദിൽ ജന്ന, ഇതൊരു ഉദ്യാനമാക്കി നൽകണേ അല്ലാഹ്, ഇതൊരു സ്വർഗോദ്യാനമാക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചിട്ടല്ലേ നമ്മളെ പോരുന്നത്. പ്രതീക്ഷിക്കാൻ സ്വർഗമുണ്ട് നമുക്ക്. അല്ലാതെ ഇവിടത്തെ മാത്രല്ല, ഇവിടെ എത്ര കിട്ടിയാലും മതിയാവാതെ കെട്ടിപ്പിടിച്ചിട്ട് ഇനിയും വരട്ടെ ഇനിയും വരട്ടെ, അടുത്ത കമ്പനിയും അടുത്ത കടയും അടുത്ത ഷോപ്പും അടുത്ത ഷോപ്പിംഗ് മാളും. ലാ യംലഉ ഫാഹു ഇല്ല തുറാബ്. മണ്ണ് വാരിയിടുമ്പോഴേ മതിയാവുകയുള്ളൂ. അതുവരെയും നമ്മൾ ഈ ദുനിയാവിന്റെ ആർത്തിയിലാണ്. അനുവദിക്കപ്പെട്ട സുഖ സൗകര്യങ്ങളെ അനുഭവിക്കുന്നതിൽ വിരോധമില്ല. ദുനിയാ പ്രേമത്തിലായി നമ്മൾ മതത്തെ മറക്കുമ്പോഴാണ് പ്രശ്നം. ഈ ലോകത്തെ സൗകര്യങ്ങളുടെ പ്രേമത്തിലും സ്നേഹത്തിലും നമ്മൾ മതമൂല്യങ്ങളെയും മതചിട്ടകളെയും മതകൽപ്പനകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനങ്ങളെയും മറക്കുമ്പോൾ അത് തീരാ നഷ്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലയോ ഉമറേ, ഞാൻ ഈ ലോകത്താരാണെന്നറിയുമോ ഉമറേ? ഞാൻ ഇവിടെ ജീവിക്കുമ്പോഴുള്ള എന്റെ മനോഗതി എന്താണ്? ഞാൻ ഇവിടെ ജീവിക്കുമ്പോഴുള്ള എന്റെ വിചാരം എന്താണ്? ഇവിടെ എന്നെന്നും വസിക്കാമെന്നല്ല, എന്നെന്നും എക്കാലവും ജീവിക്കാമെന്നല്ല. ഞാൻ ഇവിടെ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോ എനിക്കൊരു വിചാരമുണ്ട്. ഞാനൊരു മരച്ചുവട്ടിൽ തണൽ കൊള്ളാനിറങ്ങിയ ആളാണ്. എനിക്ക് വേറെ ഒന്നും വേണ്ട. യാത്രക്കിടയിൽ തണൽ കൊള്ളാൻ മരച്ചുവട്ടിലിറങ്ങിയ ഒരു യാത്രക്കാരനെ പോലെയാണ്. ആരെങ്കിലും ബസ് സ്റ്റോപ്പിൽ കൊട്ടാരം ഉണ്ടാക്കാറുണ്ടോ? കുട പിടിക്കാറല്ലേ ഉള്ളൂ. ആരെങ്കിലും ബസ് സ്റ്റോപ്പിൽ വീടുണ്ടാക്കാറുണ്ടോ? ഇല്ല. തൊട്ടടുത്ത ചെരുവിൽ കയറി തൽക്കാലം മഴയോ വെയിലോ കൊള്ളാതെ നിൽക്കാറല്ലേ ഉള്ളൂ. അതല്ലേ ഈ ദുനിയാവിലെ ജീവിതം എന്ന് പറയുന്നത്. കറജുലിൻ ഇസ്തദല്ല തഹത ശജറത്തിൻ വതറക്കഹാ, തൽക്കാലം ഒന്ന് തണൽ കൊള്ളാൻ കയറിയതാണ്. ഞാൻ യാത്രികനാണ്. നമ്മളെല്ലാവരും യാത്രക്കാരാണ്. ഓരോ നിമിഷവും നമ്മൾ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തുന്നത് എപ്പോഴാണെന്നറിയില്ല. ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ ഇരിപ്പിടങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഇരുന്ന പലരും ഇപ്പോൾ ഇവിടെയില്ല.
അവരവരുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിപ്പോയിരിക്കുകയാണ്. അവരവരുടെ എന്നേക്കുമുള്ള വീട്ടിലേക്ക്, ദാറുൽ ആഖിറയിലേക്ക് അവർ യാത്ര ചെയ്തു കഴിഞ്ഞു. ആഖിറത്തിലെ ആദ്യ ഭവനമാകുന്ന ഖബറിലേക്ക് അവരെത്തിക്കഴിഞ്ഞു. അല്ലാഹുവേ, ഈ സ്നേഹപ്രപഞ്ചം ഇവിടെ നടക്കുമ്പോ ഇന്നലകളിൽ ഇവിടുത്തെ ഇരിപ്പിടങ്ങളിൽ ഇരുന്നവരിൽ നിന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയവരുടെ ഖബറിടങ്ങളെ നീ പ്രകാശപൂരിതമാക്കണം അല്ലാ. അതൊരു പ്രതീക്ഷയാണ്, അതൊരു പ്രത്യാശയാണ്. അത് അല്ലാഹുവിലേക്കുള്ള യാത്രയ്ക്ക് കരുതി വെക്കാനുള്ള ഒരു കരുതൽ ധനമാണ്. നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും യാത്ര ചെയ്യുകയാണ്, നമ്മുടെ യാത്ര തുടരുകയാണ്. 20 കൊല്ലം മുമ്പ് നമ്മൾ ഈ സ്നേഹപ്രപഞ്ചം ആരംഭിച്ചു. എത്ര വേഗമാണ് ഒരു 2 പതിറ്റാണ്ട് നമ്മളോട് യാത്ര പറഞ്ഞത്. ഇതിനിടയിൽ എത്ര മുഖങ്ങളാണ് നമ്മളിൽ നിന്ന് മറഞ്ഞുപോയത്, എത്ര മനുഷ്യരാണ് നമ്മളോട് യാത്ര പറഞ്ഞത്. ഇനി നമ്മൾ ഏത് സ്നേഹപ്രപഞ്ചത്തിന്റെ മുമ്പാണ് യാത്രയാവുക എന്നറിയില്ല. ഈ കൊല്ലം തന്നെ ഈ പരമ്പര പൂർത്തിയാക്കാൻ പറയുന്നവരിൽ കേൾക്കുന്നവരിൽ ആരെല്ലാം ഉണ്ടെന്നറിയില്ല. അല്ലാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം ജീവിക്കുന്നവരാണ് നമ്മൾ. ഹബീബായ സയ്യിദുനാ വ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്തത സഹചാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറയാണ്, അല്ലയോ ഉമറേ, ഞാൻ ഈ ലോകത്ത് എന്നേക്കും വസിക്കാൻ വന്നയാളല്ല. ഇത് ദാറുൽ ഫനാ, ഇത് എക്സ്പയർ ആകുന്ന ലോകമാണ്. വദാറുൽ ബഖാ, നിലനിൽക്കുന്ന ഒരു ലോകമുണ്ട്, എവർലാസ്റ്റിംഗ് ആയ ഒരു ലോകമുണ്ട്. അത് നാളത്തെ ലോകമാണ്. ഇവിടെ ഞാൻ 1-2 കാര്യം പറഞ്ഞോട്ടെ. എന്റെ ഉമ്മപെങ്ങന്മാരോട്, വിദ്യാർത്ഥിനികളോട് പറയാണ്, നമ്മള് കോളേജിൽ പഠിക്കാൻ പോകുമ്പോ നമ്മുടെ കൂടെയുള്ള സഹപാഠികൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റൂല. നമ്മൾ മുസ്ലിങ്ങളായതിന്റെ പേരിൽ നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷയെ നഷ്ടപ്പെടുത്തുന്നതൊന്നും നമ്മൾ ചെയ്തുകൂടാ. നമ്മൾ ഇവിടെ മാത്രം അടിച്ചു പൊളിച്ച് അവസാനിക്കാൻ വന്നവരല്ല. നമ്മൾ അനന്തമായ സ്വർഗത്തെ കാത്തിരിക്കുന്നവരാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഉടമസ്ഥനായ അല്ലാഹുവിനെ അംഗീകരിച്ച് ആരാധിക്കേണ്ടവരാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നവോത്ഥാനത്തിന്റെയും നായകരായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ്. നമുക്കൊരു മതമുണ്ട്, നമുക്കൊരു ആദർശമുണ്ട്, നമുക്കൊരു ജീവിത രീതിയുണ്ട്, നമുക്കൊരു ഡ്രസ് കോഡുണ്ട്, നമുക്ക് പല ചിട്ടകളും പാലിക്കാനുണ്ട്. നമ്മള് തറവാട്ടുകാരാണ്. നാടോടികൾ ചെയ്യുന്നത് മുഴുവനും ചെയ്യാൻ തറവാട്ടുകാർക്ക് പറ്റൂല. ചോദിക്കാനും പറയാനും ആളുള്ള വീട്ടിൽ നിന്നിറങ്ങിയവന് സാധാരണ തെരുവിൽ കഴിയുന്നവർ ചെയ്യുന്നതൊക്കെ ചെയ്യാൻ പറ്റൂല. ഇതുപോലെ നമ്മളെ തറവാട്ടുകാരാണ്. നമ്മുടെ തറവാട് സ്വർഗമാണ്. ആ തറവാട്ടിലേക്ക് മടങ്ങിപ്പോകാനുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തറവാട് നഷ്ടപ്പെടാതിരിക്കുന്ന വിധത്തിലേ ജീവിക്കാൻ പാടുള്ളൂ. പെങ്ങളെ, ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ മുഴുവനും അന്യപുരുഷന്മാരറിയും പോലെ, വായിച്ചെടുക്കും പോലെ വസ്ത്രം ധരിക്കാൻ പാടില്ലെന്നത് അല്ലാഹുവിന്റെ നിയമമാണ്. ഖത്തീബിന്റെ നിയമമല്ല, മൂല്യാരെ നിയമമല്ല, വഅദ് പറയുന്ന ആളുടെ ആശയമല്ല. നമുക്ക് ജീവനും ജലവും സർവ്വതും തന്ന അല്ലാഹുവിന്റെ നിയമമാണ്. ആ അല്ലാഹുവിനെ അംഗീകരിക്കുമ്പോ നമ്മളത് സ്വീകരിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ നിങ്ങളെ ആരും ഒന്നും ചെയ്യാൻ വരണില്ല. ആ അല്ലാഹുവിന്റെ മുമ്പിൽ നിങ്ങൾ കുറ്റവാളികളാണ്. ഇനി ആലോചിച്ചോളൂന്ന്. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ,
പാതിരാവുകൾ പകലുകളേക്കാൾ സജീവമായി ഡിജിറ്റൽ സ്ക്രീനുകളിൽ കണ്ണും കാതും ജീവനും മുഴുവനും തൊലച്ചു കളയുന്നൊരു പുതിയ ജനത. ജീവിതം എന്തേ എന്നറിയാതെ മായാലോകത്ത് കഴിയുന്നവർ. താൽക്കാലികമായി നമ്മൾ ഒരുങ്ങേണ്ട ഈ നാളിനെ നഷ്ടപ്പെടുത്തി കളയല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു സന്ദേശമുണ്ട്. നമ്മളിവിടെ ഇടത്താവളത്തിൽ ഇറങ്ങിയതാണ്, യാത്ര തുടരാനുള്ളവരാണ്. അടുത്ത ഡെസ്റ്റിനേഷനിൽ റാഹത്തായി നിൽക്കണമെങ്കിൽ ഈ ഇടത്താവളത്തിൽ മാന്യമായി ജീവിക്കണം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ജീവിതത്തിലെ അടുത്ത ഒരു നിമിഷത്തിലേക്ക് വരികയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഖറജൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം യതബറസു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഷ്റൂമിലേക്ക് പ്രാഥമിക ആവശ്യ നിർവഹണത്തിന് വേണ്ടി പുറപ്പെട്ടു. ഫലം യജിദ് അഹദൻ യത്ബഉഹു. സാധാരണയിൽ വെള്ളവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളിൽ ആരെങ്കിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം കൊണ്ടുകൊടുക്കാൻ കൂടെ പോകാറുണ്ട്. അപ്പോൾ ആരെയും കാണാതെ വന്നപ്പോൾ ഫഹറഅ ഉമറു ഫഅത്ബഅഹു ബിമിത്ഹറാ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വെള്ളപ്പാത്രവും എടുത്ത് ഒപ്പം കൂടുകയാണ്. ശുചീകരണ സംവിധാനങ്ങളോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഓടിച്ചെല്ലുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പുറത്തേക്ക് പോവാണ്, കൂടെ ആരെയും കാണണില്ല. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പിന്നാലെ പാഞ്ഞുപോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിലേക്ക് പ്രവേശിച്ചു. വെള്ളം അവിടെ വെച്ചു കൊടുത്തിട്ട് ഫതനഹാ ഉമറു ഖൽഫഹു. ആ തോട്ടത്തിന്റെ പിറകിൽ എങ്ങനെ മാറി നിന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസ്സുയർന്ന് കാണുന്നത് വരെ കാത്തവിടെ നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാഥമിക ആവശ്യ നിർവഹണം കഴിഞ്ഞു വരുന്നത് വരെ തോട്ടത്തിന്റെ ഭാഗത്ത് മാറിയങ്ങ് നിന്നപ്പോൾ ആവശ്യം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അഹ്സൻത ഖദ് അഹ്സൻത യാ ഉമർ. ഓ ഉമറേ, നിങ്ങൾ നന്നായി, നിങ്ങളുടെ സമീപനം നന്നായി ഉമറേ. നിങ്ങൾ, ഞാൻ ഈ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കയറി അല്പം കഴിഞ്ഞ് ഞാൻ സുജൂദിലേക്ക് വീണു. ആ സമയത്ത് നിങ്ങൾ ഉള്ളിലേക്ക് വരാതെ ഞാൻ എന്റെ ശിരസ് ഉയർത്തുന്നത് വരെ മാറി കാത്തു നിന്നല്ലോ ഉമറേ. ഫതനഹൈത അന്നീ, നിങ്ങൾ മാറി നിന്നത് നന്നായി ഉമറേ. ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അതാനി. ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ അടുക്കലേക്ക് വന്നു. ഫഖാല മൻ സല്ലാ അലൈക. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലിയാൽ മിൻ ഉമ്മത്തിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, ഓ നബിയേ, തങ്ങളുടെ മേൽ ആരെങ്കിലും സ്വലാത്തു ചൊല്ലിയാൽ, തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും സ്വലാത്തു ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 10 അനുഗ്രഹങ്ങൾ നൽകും, 10 സ്ഥാനങ്ങൾ ഉയർത്തിക്കൊടുക്കും എന്ന് എന്നോട് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമറേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചലനങ്ങൾ ഓരോന്നും നിരീക്ഷിച്ച് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒപ്പം നടക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ
ഓരോ ഘട്ടങ്ങളിലും സേവനം വേണോ, സേവനം ചെയ്യാൻ റെഡിയാണ്. വെള്ളം എത്തിച്ചു കൊടുക്കണോ, എത്തിച്ചു കൊടുക്കാൻ റെഡിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബത്ത് പറയുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പറയാതെ, അവിടുന്ന് റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറയാതെ ലോകത്തൊരു പ്രസംഗകനും പ്രസംഗിച്ചിട്ടില്ല, ഒരെഴുത്തുകാരനും എഴുതിയിട്ടില്ല, ഒരു ആഖ്യാനം നടത്തിയ ആളും ആഖ്യാനം നടത്തിയിട്ടില്ല. പ്രസിദ്ധമാണ്, എല്ലാവർക്കും അറിയുന്നതാണെങ്കിലും ഈ അധ്യായത്തിൽ ആ ഹദീസ് പറയാതെ പോകാൻ ന്യായമില്ല. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് എല്ലാവർക്കും അറിയാം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകരം പിടിച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടക്കുകയാണ്. നടക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചോദ്യം ചോദിച്ചു. അല്ലയോ ഉമറേ, അല്ലയോ ഉമറേ, ഈ ലോകത്ത് നിങ്ങൾക്ക് ഏറ്റവും വലിയ മഹബത്ത് ആരോടാണ്? ഓ ഉമറേ, വഹുവ ആഖിദും ബിയദി ഉമർ ഇബ്നുൽ ഖത്താബി. فقال له يا رسول الله قال له عمر ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഓ നബിയേ, ഈ ലോകത്തെനിക്ക് ഏറ്റവും ഇഷ്ടം തങ്ങളോടാണ്. എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈഇൻ ഇല്ലാ മിൻ നഫ്സി. എനിക്കെന്നോട് സ്നേഹം കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ശരിയായിട്ടില്ല ഉമറേ, അങ്ങനെ ആയാൽ പോരാ ഉമറേ. അപ്പോൾ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ഉടമസ്ഥനായ അല്ലാഹു സാക്ഷി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, വല്ലദീ നഫ്സീ ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമറേ, മഹബത്താകണമെങ്കിൽ, ശരിയായ നിലവാരത്തിലെത്തണമെങ്കിൽ, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ശരീരത്തിന്റെ ഉടമസ്ഥനായ റബ്ബ് സത്യം, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തത്തെക്കാൾ എന്നെ ഇഷ്ടം വെക്കാതെ നിങ്ങളുടെ ഈമാൻ ഈമാനാവുകയില്ല, മഹബത്താവുകയില്ല. ഫഖാല ലഹു ഉമറു, അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ഫഇന്നഹുൽ ആന വല്ലാഹ്, അല്ലാഹു സാക്ഷി, ഇപ്പോൾ ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സീ, ഇന്നേരം മുതൽ എനിക്ക് ഈ ലോകത്ത് എന്നേക്കാൾ വലിയ ഇഷ്ടം തങ്ങളോടാണ്. എന്റെ മനസ്സ് മാറിയിട്ടുണ്ട്, എന്റെ വിചാരം നീങ്ങിയിട്ടുണ്ട്. തങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ ആന യാ ഉമർ, ഇപ്പോൾ ശരിയായിട്ടുണ്ട് ഉമറേ. ഈ ഹദീസ് കേൾക്കാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ പലതവണ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. വാചകങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. കിതാബുൽ ഈമാനിൽ കൊണ്ടുവന്ന വാചകങ്ങളല്ല കിതാബുൽ ഐമാനി വന്നുദൂറിൽ കൊണ്ടുവന്നിട്ടുള്ളത്. വ്യത്യസ്ത വാചകങ്ങളോട് ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ സാധാരണ മുതഅല്ലിമീങ്ങൾ ചോദിക്കുന്ന രണ്ട് ചോദ്യമുണ്ട്.
എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ എന്നെ സ്നേഹിക്കണം എന്ന് പറയുന്നത്? രണ്ടാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോഴേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ സ്നേഹം അങ്ങ് റെഡിയായോ? രണ്ടും ചോദ്യങ്ങളാണ്, രണ്ടിനും മറുപടികളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെക്കാൾ സ്നേഹിക്കണമെന്ന് പറയാൻ കാരണം നമ്മുടെ സ്നേഹം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കിട്ടാൻ വേണ്ടിയല്ല. നമ്മൾ സ്നേഹിച്ചു എന്ന് കരുതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊന്നും കിട്ടാനില്ല. കാരണം തങ്ങൾക്ക് വേണ്ടതെല്ലാം അള്ളാഹു കൊടുത്തിട്ടുണ്ട്. സാഹിബുക്കും ഖലീലുല്ലാഹ് എന്ന ഹദീസ് നമ്മൾ 1-ാം ദിവസം തൊട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടം വെക്കുന്ന, അള്ളാഹു ഏറ്റവും ഇഷ്ടം വെക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മുടെ ഇഷ്ടം കൊണ്ട് ഒന്നും കിട്ടാനില്ല. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെക്കാൾ സ്നേഹിക്കുമ്പോഴാണ് തങ്ങൾ പറഞ്ഞ കാര്യം എനിക്കിഷ്ടമായിട്ടില്ലെങ്കിലും എനിക്ക് പ്രയാസമുള്ളതാണെങ്കിലും ഞാൻ ആ കാര്യം നിർവഹിക്കാൻ ശ്രദ്ധിക്കും. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും സുന്നത്തുകളെ പാലിക്കണമെങ്കിൽ നിങ്ങളെക്കാൾ എന്നെ സ്നേഹിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക, ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഏറ്റെടുക്കുക. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുമ്പോൾ തങ്ങള് പറഞ്ഞതല്ലേ എന്നറിഞ്ഞാൽ എനിക്ക് താല്പര്യം വന്നില്ലെങ്കിലും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടത് ചെയ്യും. എനിക്ക് മക്കനെ ഇടാൻ ഒരു വലിയ വിഷമം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടം മക്കനെ ആയതുകൊണ്ട് ഞാനതിടാം. ചെറിയ ചൂടും വിഷമൊക്കെ ഉണ്ടെങ്കിലും അതിനേക്കാൾ എന്നേക്കാൾ ഇഷ്ടപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടത്തിനു വേണ്ടി ഞാൻ മുഖമക്കന ധരിക്കുന്നു എന്ന നിലവാരത്തിലേക്ക് നിങ്ങൾ എത്തണം. എന്റെ കൂട്ടുകാരെല്ലാം അങ്ങനെയാണ്, എന്റെ ക്ലാസ്സിലുള്ളവരെല്ലാം ഇങ്ങനെയാണ്, എന്റെ സതീർത്ഥ്യരെല്ലാം ഇപ്രകാരമാണ്. എന്നാൽ എന്നെ ബാധിക്കുന്ന പ്രശ്നം അതൊന്നുമല്ല. ഞാൻ എന്നേക്കാൾ സ്നേഹിക്കുന്ന ഒരു നേതാവുണ്ട്. ആ നേതാവിന് വേണ്ടി ഞാൻ ആ നേതാവിന്റെ ഇഷ്ടം ചെയ്യുകയാണ്. ഇവിടേക്ക് നമ്മൾ എത്താൻ വേണ്ടിയാ. ഇൻഷാ അല്ലാഹ് നാളെ വെള്ളിയാഴ്ച രാവ് പ്രത്യേകം പ്രാർത്ഥന, ഇഷ്ഖെ ഔലിയ ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഉസ്താദ് അവറുകളുടെ നേതൃത്വത്തിൽ പ്രത്യേകം ദുആയും മജ്ലിസും ഒക്കെ നാളെയുള്ള രാത്രിയാണല്ലോ സാധാരണ നമ്മുടെ സ്നേഹപ്രപഞ്ചത്തിലെ വെള്ളിയാഴ്ച രാവ്. നാളെ പ്രത്യേകം ദുആ ഉദ്ദേശിച്ചുകൊണ്ട് സഹോദരിമാരും സഹോദരന്മാരും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ലഭിക്കുന്ന കവറ് ഈ പരിപാടിയുടെ നടത്തിപ്പിനും വിജയത്തിനും വേണ്ടി നല്ല സംഭാവനകൾ നിക്ഷേപിച്ച് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് എഴുതി നാളെ വരുമ്പോൾ എല്ലാവരും കൊണ്ടുവന്ന് സംഘാടകരെ ഏൽപ്പിക്കണം. ചുരുങ്ങിയതൊരു 313 രൂപയെങ്കിലും നിങ്ങൾ എല്ലാവരും ആ കവറിൽ നിക്ഷേപിച്ച് നാളെ കൊണ്ടുവന്ന് കൊടുക്കണം. സംഘാടകർക്ക് ഇതൊക്കെ നടത്താൻ ചെലവുകളുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ സംഘടിപ്പിച്ച പരിപാടിയിൽ നമ്മളൊക്കെ ഭാഗമാവണം എല്ലാ അർത്ഥത്തിലും. അതുകൊണ്ട് നല്ല സംഭാവനകൾ നൽകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മളെക്കാൾ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ താല്പര്യം ദീനിന്റെ താല്പര്യത്തിൽ നിന്ന് വ്യത്യസ്തമായാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇഷ്ടം മാനിച്ചുകൊണ്ട് ഞാനിതാ സുന്നത്തുകളെ പിൻപറ്റുന്നു എന്ന ചിന്തയിലേക്ക് വരാൻ എന്നേക്കാൾ നിങ്ങൾ ഇഷ്ടം വെക്കണേ, സ്വന്തത്തെക്കാൾ നിങ്ങൾ ഇഷ്ടം വെക്കണേ. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോഴേക്ക് തന്നെ അങ്ങ് മാറിയോ? അതെ, അങ്ങനെയാണ്. ജിസ് തറഫ് ഉഡ് ഗയി ദം മേ ദം ആ ഗയാ, ജിസ് തറഫ് ഉഡ് ഗയി ദം മേ ദം ആ ഗയാ, ഉസ് നിഗാഹേ ഇനായത്ത് പേ ലാഖോ സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്ന് നോക്കിയാൽ മതി, നോട്ടം കൊണ്ട് മാറിയ എത്രയെത്ര സ്വഹാബികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് തൊട്ടാൽ മതി. കം അബ്റഅത് വസിബൻ ബിലംസി റാഹതുഹു വഅത്ലഖത് അരിബൻ മിൻ റിബ്ഖത്തിൽ ലമമി മൗലായ സല്ലി വസൽ. ബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സ്പർശം കൊണ്ട് എത്രയെത്ര ആളുകളാണ്. പ്രിയമുള്ളവരെ, അവരെല്ലാവരും നേർവഴിക്ക് വന്നുപോയത്. എത്ര ആളുകളുടെ രോഗങ്ങളാണ് മാറിപ്പോയത്. തങ്ങളൊന്ന് തലോടിയപ്പോഴേക്ക് രോഗം മാറിയവരുണ്ട്, സ്പർശിച്ചപ്പോഴേക്ക് കാഴ്ച കിട്ടിയവരുണ്ട്, അവിടുന്നൊന്ന് നോക്കിയപ്പോഴേക്ക് ഹിദായത്ത് കിട്ടിയവരുണ്ട്. അങ്ങനെ തർഖിയത്തിന്റെ മഖാമിലെ ഏറ്റവും ഉന്നത വ്യക്തിത്വമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലാ യാ ഉമർ വല്ലദീ നഫ്സി ബിയദിഹി എന്ന് പറഞ്ഞപ്പോഴേക്ക് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളിൽ മാറ്റമുണ്ടായിപ്പോയി. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലി വസീറൈനി മിൻ അഹ്ലിസ് സമാഇ വ വസീറൈനി മിൻ അഹ്ലിൽ അർളി. എനിക്ക് രണ്ട് മന്ത്രിമാർ വാനലോകത്തുണ്ട്, എനിക്ക് രണ്ട് മന്ത്രിമാർ ഭൂമി ലോകത്തുണ്ട്. ഫവസീറായ മിൻ അഹ്ലിസ് സമാ, വാനലോകത്തുള്ള എന്റെ രണ്ട് മന്ത്രിമാർ ജിബ്രീൽ വ മീകാഈൽ. അഹ്മദ് ബിൻ ഹംബൽ നിങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണിത്. ഫവസീറായ മിൻ അഹ്ലിസ് സമാഇ, വാനലോകത്തുള്ള എന്റെ രണ്ട് മന്ത്രിമാർ ജിബ്രീൽ വ മീകാഈൽ. ജിബ്രീലും മീകാഈലും അലൈഹിമസ്സലാം മഹാന്മാരാണ്. വവസീറായ മിൻ അഹ്ലിൽ അർളി, ഭൂമി ലോകത്ത് എനിക്കുള്ള രണ്ട് മന്ത്രിമാർ അബൂബക്കറിൻ വ ഉമറു, അബൂബക്കറും ഉമറുമാണ്. വഇന്നഹുമസ് സംഉ വൽ ബസറു, അവരെനിക്ക് കാഴ്ചയും കേൾവിയുമാണ്, എന്റെ കണ്ണും കാതുമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹബ്ബത്ത് പറഞ്ഞ രംഗമാണ്. മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. ഫഅഖദ ബിയദിഹി ഫഅസറഹാ, കൈ പിടിച്ചൊന്ന് അമർത്തി. സാധാരണ ഹസ്തദാനം ചെയ്താൽ കൈയൊന്നു ഞെക്കുമല്ലോ, അങ്ങനെ കൈയൊന്നു ഞെക്കിയപ്പോൾ ഫഖാല അബൂദർറിൻ, അബൂദർ പറഞ്ഞു റളിയല്ലാഹു അൻഹു, എന്റെ കൈയൊന്ന് വിടണേ. യാ ഖുഫ്ലൽ ഫിത്ന, സർവനാശങ്ങളെയും പൂട്ടിക്കെട്ടുന്ന പൂട്ടായ ലോക്കിടുന്നവരായ ഉമറേ, നിങ്ങൾ എന്റെ കൈയൊന്ന് വിടൂ, നിങ്ങൾ എന്റെ കൈയൊന്ന് വിടൂ. ആരാണ് അബൂദർ തങ്ങൾ? അസ്ദഖു തഹ്ത അദീമിസ് സമാ, ആകാശമാകുന്ന മേലാപ്പിന് താഴെയുള്ള ഏറ്റവും വലിയ സത്യവാൻ എന്നറിയപ്പെട്ട സ്വഹാബിയാണ് അബൂദർ അൽ ഗിഫാരി. ഗിഫാർ ഗോത്രം.
ആ ഗോത്രത്തെക്കുറിച്ചുള്ള ഫീച്ചർ ഈ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അബൂദർ അൽ ഗിഫാരി തങ്ങളുടെ ഗിഫാർ ഗോത്രം, ആ ഗോത്രം മുഴുവനും വന്നു ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ഗോത്രം ഉണ്ടായിരുന്ന സ്ഥലത്തിപ്പോ ജനവാസമില്ല. പരിസരങ്ങളിൽ വേറെ ചില ഖബായിലുകളുടെ അവശിഷ്ടങ്ങളുണ്ട്. അത് വെച്ചുകൊണ്ട് പുതിയ അന്വേഷണങ്ങളും ചരിത്ര പഠനങ്ങളും അവലോകനങ്ങളും ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട തലങ്ങളെ മുഴുവനും ഓരോ ദിവസവും ലോകം വായിക്കുന്ന ഒരു കാലമാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലെ എല്ലാ അലമ്പുകളും കാണും, എല്ലാ അടിപിടികളും അറിയും, എല്ലാ കടിപിടികളും കേൾക്കും. എന്നാൽ ഇന്ന് സൗദി അറേബ്യയിലെ ഓരോ മണ്ണും മടക്കും വ്യത്യസ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സഞ്ചാരികൾ, ഒരുപാട് തീർത്ഥാടകർ, ഒരുപാട് വ്ളോഗേഴ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓരോ നീക്കങ്ങളും നടന്ന സ്ഥലങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. കേവലം ഹിജറയുടെ റൂട്ട് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗസ്വത്തുകൾ നടന്ന സ്ഥലങ്ങൾ, സരീയത്തുകൾ കടന്നുപോയ വഴികൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബങ്ങൾ എത്തിച്ചേർന്ന സ്ഥലങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരാമർശിച്ച സ്ഥലങ്ങൾ, ഇതെല്ലാം ഇന്ന് ഹൈലൈറ്റ് ചെയ്ത് ലോകം മുഴുവനും കണ്ടും വായിച്ചും പഠിച്ചും കൊണ്ടിരിക്കുകയാണ്. 1500ഓളം കൊല്ലം മുമ്പ് കഴിഞ്ഞുപോയ ചരിത്രത്തെ ഏറ്റവും മനോഹരമായി വായിക്കപ്പെടുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. കുറച്ച് മുമ്പൊന്നും ഇങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടായില്ല, അന്വേഷകരുണ്ടായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇനി വായിക്കാൻ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന കാലത്തേക്കാണ് നമ്മൾ വരുന്നത്. ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഒരു കാലത്തേക്ക്. ചില ചാനലുകളിൽ അവിടെയുള്ള രാജ്യത്തിന്റെ ഓരോ പ്രദേശത്തെയുള്ള ഫീച്ചറുകളുണ്ട്. അറബിക് ചാനലുകൾ അങ്ങനെ തന്നെയുണ്ട്. സഞ്ചാരികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കടന്നുപോയ താഴ്വാരങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളുണ്ട്. അങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ തിരിച്ചു വരുന്നു. മഹാനായ സയ്യിദുന അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, ദഅയദി യാ ഖുഫലൽ ഫിത്ന, ഫിത്നയുടെ പൂട്ടേ എന്റെ കൈയൊന്ന് വിടാൻ പറഞ്ഞു. അപ്പോൾ ഫഅറഫ ഉമറു അന്ന ലികലിമതിഹി അസ്ലാ. അബൂദർ അങ്ങനെ വെറുതെ ഒന്നും പറയൂലല്ലോ, പറഞ്ഞതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാകും. വെറുതെ ഒരു കമന്റ് വിടുന്ന ആളല്ല. ഫഖാല യാ അബൂദർ, അല്ലയോ അബൂദറേ, മാ ഖുഫലുൽ ഫിത്ന, എന്താണ് ഈ ഫിത്നയുടെ പൂട്ട് നിങ്ങൾ പറയാൻ കാരണം? അപ്പോൾ മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാണ്, അറിയുമോ, ഇമാം ഇബ്നു അസാക്കിർ നിങ്ങൾ ഉദ്ധരിക്കുകയാണ്, ജിഅ്തു യൗമൻ വനഹനു ഇൻദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ ഒരിക്കൽ നബി സ്വല്ലല്ലാഹു അലൈഹി ജിഅ്ത യൗമൻ വനഹനു ഇൻദൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിരിക്കുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് കടന്നു വന്നു. ഫകരിഹത അൻ തഖത്താ റിഖാബൽ ഖൗമി, നിങ്ങൾ ജനങ്ങളുടെ പെരടി മറികടക്കാൻ മടി കാണിച്ചു, ഇഷ്ടപ്പെട്ടില്ല. മുന്നിലേക്ക് വരാൻ താല്പര്യപ്പെടാതെ ആളുകൾ അണിയൊപ്പിച്ച് നിലത്ത് നിരന്നിരിക്കുമ്പോൾ പിരടി ചവിട്ടി കടക്കാൻ ഇഷ്ടപ്പെടാതെ ഫജലസ്ത ഫീ അദ്ബാരിഹിം, നിങ്ങൾ പിന്നിൽ തന്നെ അങ്ങിരുന്നു. ഫഖാല ലനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തുസീബകും ഫിത്ന, നിങ്ങൾക്ക് ഫിത്ന സംഭവിക്കുകയില്ല. മാദാമ ഹാദാ ഫീകും, ഈ നിൽക്കുന്ന മനുഷ്യനുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നാശം വരില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഉമറേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്,
നിങ്ങൾ ഫിത്നയുടെ പൂട്ടാണ്, നിങ്ങളുണ്ടെങ്കിൽ നാശം വരില്ല ഉമറേ. അറിയുമോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സാധാരണയിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ചേർന്നുള്ള സ്നേഹസ്പർശങ്ങളുടെ രംഗങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലപ്പോഴും പറയും, ഞാനും അബൂബക്കറും ഉമറും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിൽ ഏറ്റവും ചേർന്നിരിക്കുന്നവർ അവർ രണ്ടുപേരാണ്. വലതു സൈഡിൽ സിദ്ദീഖ് തങ്ങളായിരിക്കും, ഇടതു സൈഡിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളായിരിക്കും. അവിടുന്ന് ചിരിച്ചാൽ ആദ്യം ചിരിക്കുന്നത് അവരോടായിരിക്കും, തിരിച്ചും ചിരിക്കുന്നത് അവരായിരിക്കും. ഇതെല്ലാം ഹദീസിലുള്ള വാചകങ്ങളുടെ ആശയങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ നേരെ നോക്കി ആൻസർ ചെയ്യേണ്ടവർ അവരായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ നോക്കിയിട്ട് പറയുന്നത് അവരോടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിച്ചേർത്ത് പറയാറുള്ളവരാണ് അവർ. മഹാനരായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ തിരുശരീരം ജനാസയായി കൊണ്ടുവച്ചപ്പോൾ ഒരുപാട് ആളുകൾ വന്ന് പല മഹത്വങ്ങളും പറഞ്ഞു, പല ബഹുമാനങ്ങളും പറഞ്ഞു. നിങ്ങളുടെ വിചാരത്തെ സമ്മതിച്ചുകൊണ്ട് ഖുർആൻ അവതരിച്ച ആളല്ലേ ഉമറേ, നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ച് ഖുർആൻ ശരിവെച്ചില്ലേ ഉമറേ റളിയല്ലാഹു അൻഹുവിനോട് ഒരുപാട് കാര്യങ്ങൾ അവരുടെ മഹത്വം ഇങ്ങനെ പറഞ്ഞു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയാണ്, എന്റെ പറകിൽ നിന്ന് ഒരാൾ ഇങ്ങനെ വല്ലാതെ മഹത്വം പറയുന്നുണ്ട്. കൂട്ടത്തിൽ പറഞ്ഞു, ഉമറേ നിങ്ങൾ നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് ചേരാൻ പോവുകയല്ലേ ഉമറന്നവരെ, ഇത് വല്ലാത്തൊരു യാത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബറും തങ്ങൾ പോയപ്പോ അവരുടെ കൂടെ ചേരാൻ പോവല്ലേ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഞാനൊന്ന് തിരിഞ്ഞു നോക്കി ആരാണ് ഈ പറയുന്നത് എന്ന്. അപ്പോൾ മനസ്സിലായി അത് അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളാണ്, അലിയുൽ മുർത്തള തങ്ങളാണ് ഈ ബഹുമാനമെല്ലാം പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കൊപ്പം ചേർന്നു നിന്ന മഹാൻ, അതുപോലെ തന്നെ വിശ്രമിക്കുന്ന മഹാൻ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ തിരുശരീരം ഹുജ്റത്തു ശരീഫയുടെ വാതിൽക്കൽ കൊണ്ടുവച്ചിട്ട് ചോദിച്ചു, ഓ നബിയേ, സിദ്ദീഖ് എന്നവരെ അടുത്തുള്ള ഖബറിൽ കിടത്തട്ടേന്ന്. അപ്പോൾ അശരീരി കേട്ടു, കൊണ്ടുവന്ന് കിടത്തിക്കൊള്ളാൻ. ഇതേ ചോദ്യം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ തിരുശരീരം കൊണ്ടുവച്ചിട്ടും ചോദിച്ചു. ഷറഫുൽ മുസ്തഫ എന്ന ഗ്രന്ഥം അത് പറയുന്നുണ്ട്. കൊണ്ടുവച്ചിട്ട് ചോദിച്ചു, നബിയേ, ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവരെ അടുത്ത് കിടത്തിക്കോട്ടെ എന്ന്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടാണല്ലോ അത്. ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മതം വേണമല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹയോട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ ചെന്നിട്ട് ചോദിച്ചു, അല്ലയോ ആയിഷ ഉമ്മ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ ഉപ്പയും കിടക്കുന്നത് ഹുജ്റത്തു ശരീഫയിലാണല്ലോ, ആ വീടിന്റെ അവകാശി ഉമ്മയാണല്ലോ. അവിടെ ഒരു ഖബറിന് പൂതി എന്റെ ഉപ്പക്കുണ്ട്, സമ്മതം കൊടുക്കുമോ? അതേ, സമ്മതം നൽകി. എനിക്ക് അവകാശപ്പെട്ടതാണ്, എനിക്ക് കിടക്കാൻ പൂതിയുള്ളതാണ്. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് എന്നവർ ചോദിച്ചപ്പോൾ നിരസിക്കാൻ എനിക്ക് സാധിക്കൂല. അതുകൊണ്ട് ഞാൻ ഉപ്പക്ക് അനുവദിച്ചു കൊടുത്തു എന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ പൊന്നുമോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുപത്നി ആയിഷത്തു തുഹ്റ റളിയല്ലാഹു അൻഹ സമ്മതം നൽകി. അപ്പോഴാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അവിടെ ഖബർ ഒരുക്കിയത്. എന്നാൽ അവിടെ പിന്നെയും ഖബറിന് ചാൻസ് ഉണ്ട്. ഇപ്പോഴും അതിന്റെ ഉള്ളിൽ
4 ഖബറല്ലേ ഉള്ളൂ? അതല്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബർ അതിന്റെ ഉള്ളിൽ തന്നെയാണെന്ന അഭിപ്രായം പ്രബലമായി ഉണ്ട്. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു ആധുനിക പണ്ഡിതൻ അതിന്റെ പഴയകാല മഖ്തൂത്താത്തുകളൊക്കെ സമാഹരിച്ചുകൊണ്ട് ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഖബർ ഹുജറത്തു ശരീഫയിൽ തന്നെയാണെന്ന് സമർത്ഥിച്ചൊരു രചന എഴുതിയിട്ടുണ്ട്. വിശദാംശങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. പ്രിയമുള്ളവരെ, ആ ഗ്രന്ഥത്തെ കുറിച്ച് ഇന്ന് വൈജ്ഞാനിക ലോകത്ത് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സൗദിയിലെയും മറ്റുമുള്ള പണ്ഡിതന്മാർ അവിടുത്തെ തുറാസുകൾ വെച്ചുകൊണ്ടുള്ള ഗവേഷണങ്ങളും അന്വേഷണങ്ങളും അതിന്റെ പിന്നിൽ നടത്തുന്നുണ്ട്. പിന്നീട് നമുക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. ഏതായാലും ശരി, മഹാനരായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ തങ്ങളും കിടക്കുന്ന റൂമിൽ ഹുജറത്തു ശരീഫയിൽ ഇനിയും ഖബറിന് സ്ഥലമുണ്ട്. പക്ഷേ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അവിടെ കിടന്നില്ല. കിടക്കാൻ അവകാശമുള്ളവരാണെങ്കിലും ഖബറിന് സ്ഥലമുണ്ട് എന്ന് ഞാൻ എന്തേ പറയാൻ കാരണം, മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ മറമാടിയിട്ടും പിന്നെ അതേ ഹുജറയിലല്ലേ താമസിച്ചത്, അവിടുത്തെ റൂമിലല്ലേ കഴിഞ്ഞുകൂടിയത്, വേറെ എവിടെയും പോയി താമസിച്ചിട്ടില്ലല്ലോ. ഏതായാലും ശരി, പിൻകാലത്ത് വന്ന ഒരു ഖബറും അവിടെയുണ്ട്. ആ ഖബറുകളെല്ലാം ഉണ്ടെങ്കിലും ആയിഷ ഉമ്മക്ക് വേണമെങ്കിൽ കിടക്കാൻ ഇടമുണ്ട്. ഇനി ബഹുമാനപ്പെട്ട ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമിനുള്ള ഖബറിനുള്ള സ്ഥലം അവിടെയുണ്ട്. എന്നാൽ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ അവിടെ കിടക്കാതിരുന്നതെന്ന് എന്നതിൽ ചില ചർച്ചകൾ ഉണ്ട്. അതിൽ ഒരു വിശദീകരണം എന്റെ ഉമ്മമാർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഒരന്യ പുരുഷന്റെ അടുത്തും ഇറങ്ങിയിട്ടില്ല, ഒരന്യ പുരുഷന്റെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. പൂർണ്ണ ഹിജാബിൽ ജീവിച്ച മഹദിയാണ്. പക്ഷേ ജമൽ യുദ്ധത്തിൽ ആളുകൾ വന്ന് പറഞ്ഞു, ഓ ആയിഷ ഉമ്മ, അവിടുന്നൊന്ന് വന്നാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഘാതകരെ കണ്ടുപിടിക്കാൻ എളുപ്പമായേക്കും. ഇത് കേട്ട് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകക്കട്ടിലിൽ കയറിപ്പോയി. അത് ജമൽ യുദ്ധത്തിന്റെ അടുത്തേക്കായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ആയിഷ ഉമ്മ എത്തിയിരിക്കുന്നു. ഒരു പക്ഷത്തുണ്ടെന്ന തെറ്റിദ്ധാരണയ്ക്ക് കൊണ്ടുപോയ തൽപര കക്ഷികൾക്ക് സാധിച്ചു. ഏതായാലും ഉടനെ തന്നെ മഹദി അവർകൾ തിരിച്ചു വന്നു. ആ വരവിന്റെ ഇടയിൽ ആലോചിച്ചു പോയി, ഞാൻ എന്തിനാണ് ആ യുദ്ധക്കളത്തിന്റെ ഓരത്തേക്ക് പോയതെന്ന്. പിൽക്കാലത്ത് ഖുർആൻ ഓതുമ്പോൾ വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊലാ വഅഖിംനസ് സ്വലാഹ് എന്ന ആയത്ത് ഓതുമ്പോൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ കരഞ്ഞ് മക്കന നനയാറുണ്ടായിരുന്നു എന്ന് ഇമാമുന സുയൂത്തി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതൊരു രംഗപ്രവേശനമല്ലെങ്കിലും രംഗത്ത് വന്നതുപോലെ ആയല്ലോ എന്ന കാരണത്താൽ ഹുജറത്തു ശരീഫയിൽ കിടക്കാൻ ധൈര്യം വന്നില്ല. അതുകൊണ്ട് പറഞ്ഞു, എന്റെ കൂട്ടുകാരികളുടെ കൂടെ ബഖീഇൽ കിടത്തിയാൽ മതി, വേണമെങ്കിൽ ഹുജറയിൽ സ്ഥലമുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് കിടക്കാനുള്ള പേടിയാണ്. ആ പേടിയുടെ ഒരു കാരണം ഇതായി ചില മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, ഏത് മഖാമിൽ സിയാറത്തിന് പോയാലും ശരീരത്തിന്റെ ഭാവവും ഭാഷയും മറ്റുള്ള പുരുഷന്മാര് അന്യപുരുഷന്മാര് കാണും പോലെയുള്ള വസ്ത്രധാരണയിൽ പോകാൻ പാടില്ല. എല്ലാ മഖാമിലും ഇങ്ങനെ കയറിയിറങ്ങി സിയാറത്ത് ചെയ്യുക എന്നത് സ്ത്രീകൾക്ക് നിർദ്ദേശിക്കപ്പെട്ട ശൈലിയും അല്ല. സ്വാലിഹീങ്ങളെ സിയാറത്ത് ചെയ്യാൻ പോകൽ അവർക്ക് അനുവദനീയമാണ്. എന്നാൽ സ്ത്രീ പുരുഷന്മാരടകലർന്നു പോകാൻ പാടില്ല.
അതേത് വലിയന്റെ സന്നിധിയിലാണെങ്കിലും ഏത് നബിയുടെ സന്നിധിയിലാണെങ്കിലും അത് നിഷിദ്ധമായ കാര്യമാണ്. മദീനത്ത് പോകുമ്പോഴാണല്ലോ ഏറ്റവും അദബ് പാലിക്കേണ്ടത്. കാരണം മദീനത്തെ രാജാവാണല്ലോ നിയമം പറഞ്ഞു തന്നത്, ആ നേതാവിന്റെ നിയമമാണല്ലോ ശരീഅത്ത്. അതുകൊണ്ട് അന്യ സ്ത്രീ പുരുഷന്മാരിടകലർന്ന് ശരീരത്തിന്റെ ഭാവഭേദങ്ങൾ പരസ്പരം അറിയും വിധത്തിൽ ഇടകലർന്നുകൊണ്ടുള്ള യാത്രയോ മറ്റ് വ്യവഹാരങ്ങളോ മദീനയിൽ തീരെ പാടില്ല. മദീനയിൽ തീരെ പാടില്ല. മദീനയിൽ തീരെ പാടില്ല. എവിടെയും തെറ്റാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, ഹിജാബുകൾ കൃത്യമായി പാലിക്കണം. അള്ളാഹുവിനെ ഓർത്ത് ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ഖുർആൻ പാരായണം ചെയ്യണം. സദസ്സിലുള്ള എല്ലാ സഹോദരങ്ങളും പ്രയാസമില്ലാത്തവരൊക്കെ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? അൽഹംദുലില്ലാഹ്, നമ്മുടെ ത്വയ്ബ സെന്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളംബരം ചെയ്യാനുള്ള സ്ഥാപനമാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ത്വയ്ബ സെന്ററിനെ അറിയണം. അൽഹംദുലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഇന്ന് മലയാളത്തിൽ ലഭ്യമായ ഏറ്റവും കൂടുതൽ അധ്യായങ്ങളുള്ള പുസ്തകം നമ്മുടെ ത്വയ്ബയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന 7 വാള്യമുള്ള പുസ്തകമാണ്. അതിന്റെ ബാക്കി 3 വാള്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് വൈകാതെ ഇറങ്ങും. ഇംഗ്ലീഷിൽ ഇന്ന് ലഭ്യമാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കണ്ടന്റ് ഉള്ള പുസ്തകം നമ്മുടെ ത്വയ്ബയിൽ നിന്നിറങ്ങിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന 7 വാള്യമുള്ള ഇംഗ്ലീഷ് പുസ്തകമാണ്. അതൊക്കെ നമ്മുടെ വീട്ടിൽ ലൈബ്രറിയിൽ നിർബന്ധമായി ഉണ്ടാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടും കുടുംബവും എന്ന പുസ്തകത്തിന്റെ കന്നഡ പരിഭാഷയാണിത്. കർണാടകയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി ഇറക്കിയിട്ടുള്ളതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, പരിചയക്കാരുണ്ടെങ്കിൽ, കർണാടകയിലെ കന്നഡ ഭാഷയിൽ എഴുതിയിട്ടുള്ള പുസ്തകമാണ്. അതുപോലെ തമിഴ്നാട്ടിലെ സഹോദരങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രത്തിന്റെ അടിസ്ഥാനം അറിയാൻ തമിഴിൽ ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. വീടും കുടുംബവും എന്ന പുസ്തകത്തിന്റെ തമിഴ് ട്രാൻസ്ലേഷനാണ്. അൽഹംദുലില്ലാഹ്, നമ്മൾ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയുള്ള ബാലസാഹിത്യം 6 പുസ്തകങ്ങളുടെ സെറ്റ് കഴിഞ്ഞ ദിവസം ഇവിടെ പ്രകാശനം ചെയ്തു. അത് പല രക്ഷിതാക്കളും വാങ്ങിയിട്ടുണ്ട്, ഇനിയുള്ളവരും വാങ്ങണം. കുട്ടികളുടെ റസൂൽ എന്ന പേരിൽ മലയാളത്തിലൊരു പുസ്തകമുണ്ട്. അതിന്റെ കന്നഡ പരിഭാഷയാണിത്. അൽഹംദുലില്ലാഹ്, ഒരു പതിപ്പ് കന്നഡയിൽ കഴിഞ്ഞു, 2ാമത്തെ പതിപ്പ് കന്നഡ ഭാഷയിലുള്ള കുട്ടികളുടെ റസൂൽ എന്ന പുസ്തകമുണ്ട്. കർണാടകയിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നിത്യേന എഴുതുന്ന ട്വീറ്റുകളുടെ മലയാളവും ഇംഗ്ലീഷും 7 വാള്യങ്ങൾ വീതം ഇറങ്ങി. അതിന്റെ തമിഴ് പരിഭാഷ അൽഹംദുലില്ലാഹ് 1ാം വാള്യം ഇറങ്ങിയിട്ടുണ്ട്. തമിഴ്നാട്ടുകാരായ ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടുതൽ വായിക്കാനും പരിചയപ്പെടാനുമാണ്. നമ്മുടെ പള്ളിമുക്കിലുള്ള ത്വയ്ബ സെന്റർ അല്ലേ, ഇതൊരു ചെറിയ കേന്ദ്രമല്ലേ എന്ന് ആരും വിചാരിക്കണ്ട. ഇത് അൽഹംദുലില്ലാഹ് അറബിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും കന്നഡയിലും ഇൻഷാ അല്ലാഹ് വൈകാതെ തന്നെ നമ്മുടെ ഹിജ്റയുടെ പുസ്തകം ഉറുദുവിലേക്കുള്ളത് പ്രസിദ്ധീകരിക്കപ്പെടും. ഇങ്ങനെ എവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രചരിപ്പിക്കാനും പുതിയ പഠനങ്ങൾ എത്തിക്കാനുമാകുമോ അതിനുവേണ്ടിയാണ് നമ്മുടെ ത്വയ്ബ സെന്റർ ഉള്ളത്. ഇതിനെല്ലാം ഭീമമായ ചെലവുണ്ട്. നിങ്ങളൊക്കെ എപ്പോഴും ഓർത്തു വെച്ച് പിന്തുണയ്ക്കണം, സഹായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സ്വീകരിക്കട്ടെ. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നാളെ പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചാരത്ത് വരും. കാരണം അവിടുത്തെ കണ്ണാണ്, കാതാണ് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട മഹാനല്ലേ, സ്വർഗത്തിലാണെന്ന് മുന്നറിയിപ്പ് ലഭിച്ച നേതാവല്ലേ, സ്വർഗത്തിലെ നേതാക്കളുടെ നേതാവല്ലേ. ആ മഹത്വം പറഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ കൽബിലും മഹബ്ബത്ത് നൽകണം അല്ലാഹ്.
അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കൊണ്ടുവച്ചിട്ട് സമ്മതം ചോദിച്ചപ്പോൾ ലഭിച്ചതുപോലെ ഷഹീദുൽ മിഹ്റാബ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ തിരുശരീരം കൊണ്ടുവച്ച സമ്മതം ചോദിച്ചപ്പോഴും കിട്ടിയെന്ന് അഇമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ പൊരുത്തം കൊണ്ട് നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. സ്വാലിഹീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരട്ടെ. പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. തട്ടാമല ഷഹീർ മുസ്ലിയാരുടെ മൂത്തുമ്മ ICUവിലാണ്, സ്ട്രോക്ക് വന്നതാണ്, ശിഫയാക്കണേ അല്ലാ. മരണപ്പെട്ട പിതാവിന്റെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ, കുഞ്ഞിന്റെ രോഗം ശിഫയാകാൻ, സിനാന്റെ ഉമ്മയ്ക്ക് രോഗമുണ്ട് ശിഫയാകാൻ, ഹാഫിദ് ജാഫിർ സഖാഫി ഉസ്താദ് സ്ട്രോക്ക് വന്ന ബുദ്ധിമുട്ടിലാണ്. അല്ലാഹുവേ നീ ശിഫാ നൽകണേ റഹ്മാനെ, ആഫിയത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ വാപ്പന്റെ ആണ്ടിന്റെ സമയമാണ് ദുആ ചെയ്യാൻ, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാൻ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. സുഖമില്ലാതെ ICUവിൽ കിടക്കുന്ന സഹോദരന് വേണ്ടി ദുആ ചെയ്യാൻ ശമനം നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. ഗൾഫിൽ പോയ മകന് നല്ല ജോലി കിട്ടാനും കച്ചവടത്തിന് ബർക്കത്തുണ്ടാകാനും അല്ലാഹുവേ നല്ല ജോലി നൽകണേ അല്ലാ. കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. തടസ്സങ്ങളെല്ലാം മാറി പെട്ടെന്ന് ഗൾഫിൽ പോകാൻ വേണ്ടി ദുആരക്കാൻ. അതുപോലെ പ്രിയമുള്ളവരെ, ഇന്ന് മലബാറിൽ വളരെയേറെ ആളുകൾക്ക് വലിയ ആത്മീയം ആശ്വാസമായിരുന്ന ബഹുമാനപ്പെട്ട കുരുവമ്പലം തങ്ങളവറുകൾ ഇന്നലെ രാത്രി മരണപ്പെട്ടു പോയി. അല്ലാഹുവേ അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണേ റഹ്മാനേ. അവരുടെ പരലോക പദവികൾ നീ ഉന്നതമാക്കണേ അല്ലാ. ജീവിതകാലത്ത് ഒരുപാട് ആളുകളുടെ ആശ്രയവും അഭയവുമായി കഴിഞ്ഞവരാണ്. അല്ലാഹുവേ ആ കുടുംബത്തിന് നീ മനസ്സമാധാനം നൽകണേ അല്ലാ. അവരുടെ വിയോഗത്തിൽ വിഷമിക്കുന്നവർക്ക് നീ സ്വബർ നൽകണേ അല്ലാ. അല്ലാഹുവേ ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മൗലായ يا كرم الخلق ما لي من ألوذ به سواك عند حلول الحادث الأميم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്ലിസും എല്ലാ മജ്ലിസുകളും നീ കബൂലാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നീ ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് നൽകണേ അല്ലാ. ഒരുപാട് തവണ മദീനയിലെത്താനും മനാമിൽ കാണാനും ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് അവസാനം മദീനയിലെത്തണം, അവിടുത്തെ മുവാജഹത്തു ശരീഫിലെത്തണം, അവിടുത്തോട് മനസ്സറിഞ്ഞൊരു സലാം പറയണം, അവിടുന്ന് സലാം മടക്കുന്നതൊന്ന് കേൾക്കാനാവണം. വമൗതൻ സുമ്മ ദഫനം ബിൽ ബഖീഇ. ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം അല്ലാ. ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണേ അല്ലാ. ദോഷങ്ങളെ തൊട്ട് ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. ഇനി അങ്ങോട്ട് നല്ലൊരു ജീവിതം തരണേ അല്ലാ. ഞങ്ങളുടെ രഹസ്യവും പരസ്യവും നിന്റെ തൃപ്തിയിലാക്കണേ അല്ലാ.
ഞങ്ങൾ ചെയ്തുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ നീ വിട്ടുവീഴ്ച ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാരിൽ നിന്ന് മരണപ്പെട്ടു പോയവരുണ്ട്. അവരുടെ എല്ലാം പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണം അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട വാപ്പിച്ച മർഹൂം അബ്ദുൽ ജലീൽ മുസ്ലിയാർ ഉസ്താദ് അവർകൾ, അതുപോലെ വേദിയിലുള്ള ഇസുദ്ദീൻ ഉസ്താദ് അവർകളുടെ പിതാവ് ഹസ്ബുല്ലാ ഉസ്താദ് അവർകൾ, എന്റെ പെങ്ങളുടെ ഭർത്താവ് ബഷീർ ഉസ്താദ് അവർകൾ മജ്ലിസിലുണ്ട്. അവരുടെ ഉപ്പ കുഞ്ഞിനാങ്കളിയിലെ അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവർകൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഉപ്പയുടെ ഉസ്താദും ഷെയ്ഖുമൊക്കെയായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ജൗഹരി ഉസ്താദ് അവർകൾ, ഒമേനുള്ളൂർ ഉപ്പാപ്പയവറുകൾ, ദാരിമി ഉസ്താദ് അവർകൾ, അങ്ങനെ എണ്ണിയാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഞങ്ങളെ ഗുരുവര്യരുണ്ട്. ബഹുമാനപ്പെട്ട ഞങ്ങളുടെ മുതുവല്ലൂർ അബ്ദുറഹ്മാൻ ഉസ്താദ് അവർകളുണ്ട്, തരുവറ ഉസ്താദുണ്ട്, PMK ഉസ്താദുണ്ട്, നെല്ലിക്കുത്ത് ഉസ്താദുണ്ട്, ഔളപ്പൂ ഉസ്താദുണ്ട്, വടപുറം ഉസ്താദ് അവർകളുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്ന ഞങ്ങളുടെ ഗുരുവര്യന്മാരിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, അല്ലാ, അവരുടെ എല്ലാം ദറജ നീ ഉയർത്തിക്കൊടുക്കണം അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ടവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ 2 പതിറ്റാണ്ട് കാലത്തെയും പ്രധാന സംഘാടകരിലുള്ള പലരുടെയും ഉപ്പമാര് ഉമ്മമാര് ഖബറിലുണ്ട് റബ്ബേ. എണ്ണിയാൽ തീരുകയില്ല, ഞങ്ങൾക്ക് വിട്ടുപോകും പലരും. എല്ലാവരെയും അറിയുന്ന റബ്ബേ, നീ അവർക്കൊക്കെ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ചെറിയ സംഘാടകർ മുതൽ ഇവിടെ അവസാന ദിവസം ഭക്ഷണം ഒരുക്കുന്ന ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ നിന്ന് വരെ ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയവരുണ്ട്. അവർക്കെല്ലാം നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. എല്ലാ ദിവസവും ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ ഞങ്ങളെ ദുആ ചെയ്തയക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ഉമ്മച്ച മുതൽ അവിടുത്തെ കൂട്ടുകാരികളായ ഉമ്മമാരുണ്ട്. ബഹുമാനപ്പെട്ട ഇസുദ്ദീൻ ഉസ്താദ് അവറുകളുടെ ഉമ്മയടക്കമുള്ള ഞങ്ങളുടെ വലിയുമ്മമാർ, ഞങ്ങളുടെ മാതാക്കളിൽ പലരും പ്രായമുള്ളവർ, ക്ഷീണമുള്ളവർ, രോഗമുള്ളവർ, എല്ലാവർക്കും നീ ശിഫാ നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. സിഹത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരമ്മാവന്റെ മകൻ സുഖമില്ലാതെ വളരെ വലിയൊരു ട്രീറ്റ്മെന്റിലാണ്. നീ ശിഫ നൽകണേ അല്ലാ. ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഈ കൊല്ലൂർ വിളപ്പള്ളി മുക്ക ഖബർസ്ഥാനിൽ ഈ മജ്ലിസിലുള്ള ഒട്ടുമിക്ക ആളുകളുടെയും പലരും വിശ്രമിക്കുന്നുണ്ട് റബ്ബേ. ഞങ്ങളുടെയും മാമമാരുണ്ട്, എളാപ്പമാരുണ്ട്, പലരുമുണ്ട്. അവരുടെ എല്ലാം ഖബർ നീ സ്വർഗമാക്കി കൊടുക്കണം അല്ലാ. ഞങ്ങളത്തിന്റെ തൃപ്തിയിലായി ജീവിപ്പിക്കണേ അല്ലാ. ഞങ്ങളൊന്നിനും അർഹരായതുകൊണ്ടല്ല ഞങ്ങൾ ഈ പരിപാടിയുടെ ഭാഗമായത്. ഞങ്ങളുടെ മുൻഗാമികളുടെ ദുആഇന്റെ ബറക്കത്തായിരിക്കും. അല്ലാഹുവേ, അവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും നൽകി പരലോക ജീവിതം സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പരിപാടിയുടെ എല്ലാ കാലത്തെയും ഞങ്ങളുടെ സാരഥ്യങ്ങളായ സിറാജുൽ ഉലമാ ഉസ്താദ് അവറുകൾ, നമ്മുടെ നാട്ടിലെ ഒരു വൈജ്ഞാനിക സാരഥ്യം കൂടിയായ ഡോക്ടർ ഇല്യാസ് കുട്ടി സാർ അവറുകൾ, അതുപോലെ ഈ കാക്ക മുഹമ്മദ് കുഞ്ഞു സഖാഫി ഉസ്താദ് അവറുകൾ, അങ്ങനെ ഇതിന്റെ സംഘാടകരും സാരഥികളും പ്രസ്ഥാന നേതാക്കളുമായ ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവർക്കെല്ലാം ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. സിറാജുൽ ഉലമാ ഉസ്താദ് അവറുകൾ ദക്ഷിണ കേരളത്തിലെ ഞങ്ങളുടെ ഉസ്താദുൽ അസാത്തീദാണ്. റാഹത്തോടെ ആഫിയത്തോടെ ഒരുപാട് കാലമാ തണല് നീട്ടിത്തരണേ അല്ലാ. റഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തന്ന ഉസ്താദുമാര്, പ്രായാധിക്യമുള്ളവരുണ്ട്, രോഗവും ക്ഷീണവും ഉള്ളവരുണ്ട്. ഞങ്ങൾക്ക് സഹീഹുൽ ബുഖാരി തുടക്കം മുതൽ ഒടുക്കം വരെ ഓതിത്തന്ന മുഫ്തി അയ്യൂബ് ഖാൻ സാഹിബ് നഈമി ഉസ്താദ് അവർകൾ 90 വയസ്സ് കഴിഞ്ഞു ആഫിയത്തും സിഹത്തുമുള്ള
നേതൃത്വമായി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ തെന്നലെ ഉസ്താദ് അവർകൾ ബുഖാരി ദഅവാ കോളേജിൽ ഞങ്ങൾ ആറ്റുനോറ്റ് പോറ്റി വളർത്തി അറിവും അന്നവും തന്ന് ഞങ്ങളെ വളർത്തിയ ഞങ്ങളുടെ എല്ലാമായ ഗുരുവര്യർ ആഫിയത്തും സിഹത്തുമുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. കഴിഞ്ഞ ദിവസം പറഞ്ഞു, മോനെ, പഴയതുപോലെ പോകാനും പ്രവർത്തിക്കാനും ഒന്നും കഴിയുന്നില്ല, നിങ്ങളൊക്കെ ഈ ബുഖാരിയുടെ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ നോക്കണം എന്ന് പറയുമ്പോൾ ഉസ്താദ് അവരുടെ ക്ഷീണം മറച്ചു വെച്ചുകൊണ്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. പൂർണമായ ആഫിയത്ത് നൽകണേ അല്ലാ, സിഹത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ. അവിടുത്തെ ഭാര്യ മരണപ്പെട്ടു പോയിട്ടുണ്ട്, ഖബർ സ്വർഗമാക്കണം അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങളുടെ ഈ മജ്ലിസ് ആമീൻ ചൊല്ലുന്ന ഉമ്മ പെങ്ങന്മാരെത്രയോ ഉണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരെ സ്വാലിഹാത്തുകളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ പെൺമക്കളെ പെങ്ങന്മാരെ സ്വാലിഹാത്തുകളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഖുർറത്തു ഐനാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ ഒരാളുടെയും മക്കളിൽ ഒരാളെയും ശിർക്കിലോ കുഫറിലോ ഇൽഹാദിലോ ബിദ്അത്തിലോ ഫിസ്ഖിലോ അനാവശ്യങ്ങളിലോ ഒന്നും നീ പെടുത്തിക്കളയല്ലേ അല്ലാ. നിന്റെ കാവല് നൽകണേ അല്ലാ, നിന്റെ കാവല് നൽകണേ അല്ലാ. അവര് വലിയ ആലിമീങ്ങളായി സ്വാലിഹീങ്ങളായി ദീനിന്റെ ഖായിദീങ്ങളായി സേവനം ചെയ്യുന്നത് കാണാൻ തൗഫീഖ് നൽകണേ അല്ലാ. ഞങ്ങളുടെ ഖാദിസിയയിലെയും മഖ്ദൂമിയയിലെയും അതുപോലെ ത്വയ്ബ സെന്ററിലെയും ഞങ്ങളുടെ സ്ഥാപന സംവിധാനങ്ങൾ, ഞങ്ങൾ ഉത്തരേന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിൽ നടത്തുന്ന സേവന പ്രവർത്തനങ്ങൾ, ഐവ ഇന്ത്യ ഫൗണ്ടേഷൻ, ഹിറ എഡ്യൂക്കേഷൻ സെന്റർ, ഐമർ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഇതിലെല്ലാം സേവനം ചെയ്യുന്ന ഉസ്താദുമാരും മറ്റും എല്ലാവർക്കും നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. അവരിൽ പലരുടെയും ഉപ്പമാര് ഉമ്മമാര് ഖബറിലുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുദ്ദീൻ ബാലവി തങ്ങളുടെ ഉമ്മ ഖബറിലുണ്ട്. ഷാഹുൽ ഹമീദ് തങ്ങളുടെ ഉപ്പ മരണപ്പെട്ടു പോയതാണ്. അഷ്റഫ് ബുഖാരിയുടെ ഉപ്പ മരണപ്പെട്ടു പോയതാണ്. മൻസൂർ സഖാഫിയുടെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവരാണ്. ഇതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ട പലരുടെയും സഹപ്രവർത്തകരുടെ ഉപ്പമാര്, ജലീൽ ജൗഹരിയുടെ അടക്കം ഉപ്പ ഖബറിലാണ്. അതുപോലെ ഞങ്ങളോട് ബന്ധപ്പെട്ടവര് പലരും ഉണ്ട് റബ്ബേ, ഞങ്ങളുടെ ഓർമ്മയിൽ വരുന്നവരുമല്ലാത്തവരും എല്ലാവരുടെയും ദറജ നീ ഉയർത്തി കൊടുക്കണം അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖാത്തിമത്ത് നന്നാക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഖത്തറിലും സൗദിയിലും UAE-യിലും ബഹ്റൈനിലും കുവൈത്തിലും അങ്ങനെ തുടങ്ങി 6 അറബ് രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലും ഞങ്ങളുടെ മജ്ലിസ് ശ്രദ്ധിക്കുന്നവർ, കേൾക്കുന്നവർ, ദുആയിക്ക് ആമീൻ ചൊല്ലുന്നവരുണ്ട്. അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജിദ്ദയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഹമ്മദ്ക്ക് ഞങ്ങളുടെ സംരംഭങ്ങളെ എപ്പോഴും സഹായിക്കുന്നവരാണ്. അവരുടെ മാതാപിതാക്കളുടെ ഖബർ സ്വർഗമാക്കി ജോലിയിൽ ബറക്കത്ത് ചെയ്തു കൊടുത്ത് എല്ലാ ഖൈറും അവർക്ക് നൽകണേ അല്ലാ. അതുപോലെ ഓരോ രാജ്യത്തുമുണ്ട്, ഞങ്ങൾ എണ്ണിപ്പറഞ്ഞാൽ ഒടുങ്ങില്ല. എത്രയോ ആളുകൾ ഞങ്ങൾക്ക് വലിയ കടപ്പാടുള്ളവരുണ്ട്. ഞങ്ങളുടെ സീറത്തുൻ നബി സമ്മേളനത്തിലേക്കും ത്വയ്ബയുടെ പ്രവർത്തനത്തിലേക്കും 1 ഗ്രാം ചോദിച്ചപ്പോൾ നൽകിയ പലരുമുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വർദ്ധിപ്പിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യഥാർത്ഥ മഹബ്ബത്തിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ഉസ്താദും ഞങ്ങളും ഞങ്ങളുടെ ഉസ്താദുമാരും ഒക്കെ നടത്തുന്ന ദർസി വിജ്ഞാന സേവന പ്രവർത്തനങ്ങളിലൊക്കെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. ജൗഹരിമാര്, ഹിഷാമികള്, അതുപോലെ തന്നെ ഞങ്ങൾ നടത്തുന്ന അജ്മീറിലെ സ്ഥാപനമാണ് ജാമിഅ മുഈനിയ. അതിന്റെ 10ാം വാർഷിക സമ്മേളനമാണ് ഇൻഷാ അല്ലാ. ഈ വരുന്ന നവംബർ 3, 4, 5 തീയതികളിൽ ഇൻഷാ അല്ലാ, ഈ വരുന്ന നവംബർ 3, 4, 5 തീയതികളിൽ അജ്മീറിൽ ജാമിഅ മുഈനിയയുടെ സമ്മേളനമാണ്. ഇസ്സത്തോടെ നീ വിജയിപ്പിക്കണേ അല്ലാ. 1000ഓളം മുഈനികൾ അതോടെ കർമ്മരംഗത്തേക്ക് ഇറങ്ങുകയാണ്. നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. കഴിയുന്നവരൊക്കെ ആ സമ്മേളനത്തിൽ വന്ന് സംബന്ധിക്കണം.
ഖാജ തങ്ങളെ സിയാറത്ത് ചെയ്യാനും അവിടെ നടക്കുന്ന വിജ്ഞാന പ്രവർത്തനങ്ങളിൽ ഭാഗമാവാനും നിങ്ങളൊക്കെ ഉണ്ടാകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവേ, ഞങ്ങളെ കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. അർഹമുർറാഹിമായ റബ്ബേ, ഞങ്ങൾ ഓരോ കാലത്തും കഴിയുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ കേരളത്തിന് പുറത്ത് പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട്. ഇക്കഴിഞ്ഞ റബീഉൽ അവ്വലിൽ ഓരോ ദിവസവും 1500 പേർക്ക് ഭക്ഷണം കൊടുക്കണമെന്ന് പദ്ധതിയിട്ടു. പല ദിവസങ്ങളിലും അത് പൂർണ്ണ എണ്ണം തന്നെ നൽകാൻ കഴിഞ്ഞു. അത് ഏറ്റെടുത്ത് നൽകിയവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, സഹായിക്കണേ അല്ലാ. ഈ വരുന്ന അങ്ങോട്ടുള്ള ഒക്ടോബർ, നവംബർ, ഡിസംബർ തുടങ്ങിയുള്ള മാസങ്ങളിൽ മരം കോച്ചുന്ന തണുപ്പാണ് ഉത്തരേന്ത്യയിൽ വരാനിരിക്കുന്നത്. അള്ളാഹുവേ, അന്ന് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനം തണുപ്പകറ്റാനുള്ള പുതപ്പ് വിതരണമാണ്. ആ പദ്ധതിയിലേക്ക് സഹായിച്ചവരുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. അള്ളാഹുവേ, അവർക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. വരും നാളുകളിൽ സഹായിക്കുന്നവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. കഴിവുള്ളവരൊക്കെ അതിന്റെ ഭാഗമാകണം. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.